ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. ഞാൻ ഇന്ന് കയറാൻ കുറച്ച് ലേറ്റ് ആയില്ലേ. കോളേജിൽ നിന്ന് വീട്ടിലെത്താൻ കുറച്ച് ബിസി ആയി, അതിന്റെ തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്നും നമ്മളെ യൂണിറ്റ് ടോക്ക് 30 ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റണ്ണ് സക്സസ്ഫുള്ളി റൺ ആയിക്കൊണ്ടിരിക്കണം, നമുക്ക് ബ്രേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പല ദിവസങ്ങളിലും ജോയിൻ ചെയ്ത ആളുകളുണ്ട്. മാക്സിമം വീഡിയോ മോഡിൽ വരാൻ ശ്രമിക്കാം കേട്ടോ. എന്നും പറയും പോലെ നമ്മളെ വീഡിയോ ഓഫ് ആക്കി ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഓരോ ടോപ്പിക് ഡിസ്കസ് ചെയ്യാറുണ്ട്. എല്ലാവരും ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യാറില്ലേ? ജേർണലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തായാലും അത് ചെയ്യാട്ടോ, അല്ലാതെ കേട്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഇന്ന് നമ്മളൊരു അടിപൊളി ടോപ്പിക്കാണ്. പലപ്പോഴും നമ്മളെ സെൽഫിനൊക്കെ കില്ല് ചെയ്യുന്ന കമ്പാരിസൺ എന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് കുറച്ച് സാറ് ഡീപ്പായിട്ട് എടുക്കുന്നത്. അപ്പൊ എല്ലാവരും അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പറയുന്ന പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ഷെയർ ആക്കാം. അഫ്സൽ സേന വെൽക്കം ചെയ്യും. വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യം തന്നെ എൻ്റെ ലൈഫിലുള്ള ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇപ്പം ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് എന്നാണ് ഓരോരുത്തരും ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്താലും മതി. ഏത് ഡിസ്ട്രിക്റ്റ് എന്നാണ്? ഫാത്തിമ ജബീൻ മലപ്പുറം, ഫാത്തിമ ബിനി മലപ്പുറം, സൂം യൂസർ ആളുടെ പേര് കാണുന്നില്ല, മലപ്പുറം, റിംഷി മലപ്പുറം, ഷമിയ മലപ്പുറം. സത്യം പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അല്ലേ? മലപ്പുറം വേണം, ഞങ്ങളും മലപ്പുറമാണ്. മലപ്പുറമാണ് എല്ലാ സമയത്തും പവർഫുൾ. ആരുമില്ലല്ലേ? ഓക്കെ. സാധാരണ വേറെ ആൾക്കാർ ഉണ്ടാകാറുണ്ടായിരുന്നു, ഇന്ന് ആള് കുറവാണ്. ഏതായാലും ഇന്ന് നമ്മള് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ലൈഫില് കമ്പാരിസൺ തോട്ട്സ് ഉണ്ടാവാറുണ്ടോ? കമ്പാരിസൺ തോട്ട്സ് മീൻസ് ഒരു മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് എനിക്കതില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് അവരെ പോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓരോരുത്തരും ഒന്ന് അഭിപ്രായം പറയണം. ആ കമ്പാരിസൺ തോട്ട്സിനെ പറ്റി നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അതെങ്ങനെ ഒഴിവാക്കിയെടുക്കാം എന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചു വരുന്നു. ഓക്കെ, താങ്ക് യു. അതല്ല, ഒന്ന് വീഡിയോയിലോ അല്ലെങ്കിൽ വോയിസ് ആയിട്ട് പറഞ്ഞാൽ മതി. മിനി മാം ഒന്ന് പറയാൻ പറ്റുമോ? ഓരോരുത്തരെ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാർ ഒരു 2 വർഷം മുന്നേ വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ വളരെ കുറവാ. കുറവാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഷമിയ മാം. ഫാത്തിമ മാം? ഇതുപോലെ ഞാനും കുറച്ച് കൊണ്ടുവരാണ്. എന്താ പറയാ, നമ്മള് എല്ലാ ഇതും പഠനത്തിന്റെ കാര്യം പഠിക്കുന്ന അന്ന് തൊട്ടേ നമ്മൾ കമ്പയർ ചെയ്യല്ലോ. വീട്ടിൽ നിന്നും ഇത് തന്നെയാണ് കേൾക്കുക, അവരെ പോലെ അല്ലല്ലോ ഈ. അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ ഓരോ ക്ലാസ്സുകളൊക്കെ കേട്ട് കേട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. അത് ഫൗസിയ മാം ഒക്കെ വന്നിട്ടില്ല. ഫൗസിയ മാം ഗുഡ് ഈവനിങ്. അസ്ന മാം ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ, ഗുഡ് ഈവനിങ്. ഫാത്തിമ ജബീൻ മാം പറഞ്ഞത് പലപ്പോഴും കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ? ജബീൻ മാം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? എന്താണ് കമ്പാരിസൺ തോട്ട്സ് വരാറെന്ന്? അതായത് പ്രധാനമായിട്ടും കാണുക നമ്മള് ഇൻസ്റ്റഗ്രാമില് റീൽസ് ഒക്കെ കാണുമ്പോഴാണ് കൂടുതലായിട്ടും അതെ, അത് നമ്മളെ എല്ലാവർക്കും ക്ലോസ് ഫ്രണ്ട്സിന്റെ ഒക്കെ എല്ലാവർക്കും ഉള്ളൊരു വിഷയമാണ് അല്ലേ? ഓരോരുത്തർ ഓരോ യാത്രകൾ പോകുന്നതും ചിലപ്പം ഐഫോൺ വാങ്ങിക്കൊടുക്കുന്നുണ്ടാവും, പുതിയ പുതിയ ഡ്രസ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ബൈക്കോ കാറോ വീടോ, അല്ലെങ്കിൽ ഓരോ പുതിയ ട്രെൻഡിനനുസരിച്ച് ഓരോരുത്തർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ഒരാഗ്രഹം വരാറുണ്ട് അല്ലേ പൊതുവെ? പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ അതെ അതെ അതെ, ആനിവേഴ്സറി സെലിബ്രേഷൻ, അതെ അതെ, സെലിബ്രേഷൻസ് മെയിൻ ഒരു സംഭവമാണ്. എനിക്ക് ഐഫോൺ കിട്ടിയില്ല, അവർക്ക് 16 Pro Max ആണ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അതേ സംഭവങ്ങളും കാണാറുണ്ട്. ഓക്കെ. ഇതേപോലെ വേറെ ആർക്കാണ് പറയാനുള്ളത്? റിംഷി മാം. റിംഷി മാം ഒരു കോച്ചാണ്. നമ്മൾ ജസ്റ്റ് ഇത് എന്താ ഡെഫിനറ്റ്ലി കമ്പാരിസൺ തോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്ത് റിലേറ്റഡ് ആയിട്ടാണ് വരാറ് മാം പേജിലൊക്കെ? അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടല്ലേ എനിക്കുണ്ടായത്, അതായത് കൂടുതലും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നെ ആഫ്റ്റർ മാരേജ് ഈ മരുമക്കൾ ഇടയിലുണ്ടാവുമല്ലോ,
ആ അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു തോട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് രണ്ടുപേർക്ക് ആവുമ്പോ മദറിൽ നമ്മളിങ്ങനെ നമ്മളെ രണ്ടാളെയും താരതമ്യപ്പെടുത്തി നമ്മളങ്ങനെ സംസാരിക്കുമല്ലോ. ആ സമയത്ത് നമുക്ക് എന്തുണ്ടാവുമ്പോഴും ഫീലിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് പേഴ്സണലി ആഫ്റ്റർ മാരേജ് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. യെസ്, ഉണ്ടായിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു. ഞാൻ പിന്നെ ഇന്ന് ഒരു കാര്യം കൂടി പറയാണ്ട്. ഞാൻ നിങ്ങളുടെ എല്ലാ ഇതൊന്നും ഞാൻ ഇതുവരെ കേറിയിട്ടില്ല. പക്ഷെ ഞാൻ ഏതൊരു ഇത് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ജേർണലിങ്ങിന്റെ ആണോ അതോ ഡെയിലി നമ്മൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ഓരോ ലൈഫിനെ കുറിച്ച് എന്തോ ജീവിതത്തിൽ വിജയിച്ച ആ ഒരു എപ്പിസോഡാണ് തോന്നുന്നു കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാനും പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ള ആ ഒരു സംഭവം. അതിലൂടെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്രക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, പിന്നെ ഞാൻ കണ്ടില്ല. അപ്പൊ ഇന്നിങ്ങനെ കുറച്ചൊരു ഫ്രീ കിട്ടിയപ്പോ ഒന്ന് കയറിയതാണ്. ഇനിയിപ്പൊ ബിസി ആവും, മോള് എണീറ്റാ ബിസി ആവും. പക്ഷെ അതോടെ ഒരു ഫ്രീ കിട്ടിയപ്പോ ഒന്ന് ജസ്റ്റ് കയറിയതാണ്. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഏതായാലും മുന്നോട്ടുള്ളതും മാമിന് കേൾക്കാൻ പറ്റട്ടെ, ടൈം കിട്ടട്ടെ അതിന് വേണ്ടിയിട്ട്, ഇൻഷാല്ലാ. ഏതായാലും മാം ഒരു കോച്ചാണ്, എനിക്കറിയാം. എല്ലാവർക്കും ചിലപ്പം ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ അറിയണ്ടാവും, ഫേസ് കണ്ടാൽ ചിലപ്പോൾ അറിയണ്ടാവും. റിംഷി എന്നാ പേര്. ആള് ഒരു കോച്ചാണ്. അതേപോലെ സ്വന്തമായിട്ടൊരു ജേണലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം പ്ലാനർ ഉണ്ടല്ലോ, 2025 പ്ലാനർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇയർ ഫുള്ള് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാനർ ഒക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് മാമിന്റെ നമ്പർ ഒന്ന് ഇവിടെ കൊടുത്തോളൂ, ഇവിടെ കമന്റില്. ഓക്കെ ഓക്കെ ഓക്കെ. ആർക്കെങ്കിലും അത് ആവശ്യം ഉണ്ടെങ്കിൽ കണക്ട് ചെയ്യാലോ. അല്ല, ഞാൻ ഇന്ന് ആള് ജോയിൻ ചെയ്തൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു ഓൾറെഡി പ്രോഗ്രാം കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഈ നമ്പറിൽ ഇവിടെ 8089261000 ആണ് കേട്ടോ. റിംഷി എന്നാണ് പേര്. അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ പ്ലാനർ ഒരു ഇയർ ഫുള്ള് പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് ഓരോ ദിവസത്തേക്കുള്ള പ്ലാനും അതേപോലെ ഇയർലി വിഷൻ ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് അതിന്റെ ഡെമോ കാര്യങ്ങളൊക്കെ അയച്ചു തന്നില്ല. അപ്പം ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കണക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഇതിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ ക്ലാസ് നടത്തിയത്. ജസ്റ്റ് ഇങ്ങനെ ഇനി ബാക്കിയുള്ളവർ വിചാരിക്കേണ്ട ഫസ്റ്റ് തന്നെ പരസ്യമാണല്ലോ എന്നുള്ളത്. അങ്ങനെ അല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. ഏതായാലും ഇവിടെ മറ്റുള്ള ഫൗസിയ മാം ഉണ്ടല്ലോ. ഫൗസിയ മാം, നിങ്ങൾക്ക് കമ്പാരിസൺ തോട്ട്സിനെ പറ്റി എന്താ പറയാനുള്ളത്? എന്തെങ്കിലും എപ്പോഴേലും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? കമ്പാരിസൺ തോട്ട്സ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല. സെയിം തന്നെ. ഇല്ല, ഇപ്പൊ അല്ല, എന്നാലും കുറച്ചാളായിട്ട് തീരെ അങ്ങനെ ഇല്ല. ഇല്ല. കാരണം അത് എന്റെ മൈൻഡ് സെറ്റിന്റെ ഒരു ഇതായിരുന്നു. കുറച്ചാളായിട്ട് ഞാൻ തന്നെ വിചാരിക്കും, എനിക്കുള്ളതാണെങ്കിൽ വരും, വെറുതെ ഞാൻ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളൊരു സാധനത്തേക്ക് വന്നു. ഇപ്പൊ മുമ്പുണ്ടായിരുന്നു, നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഫൗസിയ മാം നമ്മളുടെ 8ാമത്തെ ബാച്ച് പാർട്ടിസിപ്പന്റ് ആണ് കേട്ടോ. അതെ അതെ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടൂൾസ് കാര്യങ്ങളൊക്കെ ചെയ്യും. അതേപോലെ സെൽഫ് അവയർനെസ് കുറച്ചും കൂടെ കിട്ടിയ സമയത്ത് മറ്റുള്ളവരുടെയൊക്കെ നോക്കുന്നതിന് പകരം സ്വയത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും തോന്നുന്നു. അതെ, ഉറപ്പായിട്ടും. കാരണം എന്റെ പണ്ടത്തെ ഇതിന്ന് ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. പണ്ട് ഇതുപോലെ നേരത്തെ ആരോ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ആനിവേഴ്സറി, ബർത്ത്ഡേ, അങ്ങനെ പലതും, അല്ലെങ്കിൽ വേറെ ഇപ്പൊ വലിയ വലിയ വണ്ടികളോ എന്തെങ്കിലുമൊക്കെ കണ്ടായിരുന്നു, ഓ നമുക്കതില്ലല്ലോ. പക്ഷെ അന്നിങ്ങനെ നമുക്കതില്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയൊക്കെ മാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ എല്ലാരും അങ്ങനെ ആവട്ടെ. താങ്ക് യു മാം, താങ്ക് യു ഫോർ ഷെയറിങ്. ഞാൻ ഈ സത്യം പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന പോയിന്റുകൾ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. അടുത്ത അതേപോലെ ഇവിടെ സൂം യൂസർ എന്ന് പറഞ്ഞ ആള് ഇവിടെ ഇങ്ങനെ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതെന്താ സംഭവം മനസ്സിലായില്ല. ആളുടെ പേരെന്താണ്? സൂം യൂസർ സംസാരിക്കാൻ പറ്റുമോ? ഹലോ, ആളുടെ പേര് കാണുന്നില്ല, അതുകൊണ്ടാട്ടോ. ഏതോ അജ്ഞാതനായ സൂം യൂസർ ആണെന്ന് തോന്നുന്നു. ഏതായാലും റസിയ മാം, മാമിന് എന്തെങ്കിലും കമ്പാരിസൺ തോട്ട്സ് വരാറുണ്ടോ? എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ്.
മിസ് റസിയ audible അല്ലേ? സാറേ ഞാൻ ഇപ്പൊ പുതിയതായിട്ട് കേറിയതാണ് കേട്ടോ. ഓക്കെ ഓക്കെ, മനസ്സിലായല്ല. ഞാൻ ജസ്റ്റ് ഇവിടെ ഉള്ള എല്ലാവരോടും ജസ്റ്റ് ചോദിക്കുകയാണ്. ഇപ്പൊ ഞാൻ just സാറിന്റെ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് കേറിയൊക്കെ സാറിന്റെ ഇൻഷാ അല്ലാ സാറിന്റെ ക്ലാസ് പങ്കെടുക്കണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. മാം ഞാൻ എവിടെയാ സ്ഥലം? യൂട്യൂബിൽ കണ്ട് ഞാൻ മഞ്ചേരിയാണ്, മഞ്ചേരി. ശരിയല്ലേ? ഉം. അപ്പൊ യൂട്യൂബിൽ നിന്ന് സാറിന്റെ ക്ലാസ് ഒക്കെ കേൾക്കലുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്തതാ ഞാൻ. ഓക്കെ ഓക്കെ, താങ്ക് യു ആ, മാം. ഇൻഷാ അല്ലാ. ഞാൻ അടുത്ത സാറിന്റെ എന്നാ ക്ലാസ് കോഴിക്കോട് ഉണ്ടോ? കോഴിക്കോടല്ല മാം, ഇനി ഓൺലൈൻ ആണ് വരുന്നത്. അടുത്ത 10-ാം തീയതി, ജനുവരി 10-ാം തീയതി ആണ് ഓൺലൈൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അടുത്ത ബാച്ച് 12-ാമത്തെ. ആ അതേപോലെ റുമൈസ മാം, റുമൈസ മാം നമ്മുടെ മാമാസ് കിങ്ഡത്തിലെ റുമൈസ മാം ആണല്ലോ. സാർ ഞാൻ ഇപ്പൊ കുറച്ച് ബിസിയാണ്, ലാസ്റ്റ് സംസാരിച്ചോളാം. ഓക്കെ ഓക്കെ, ശരി ശരി. ഗുരു കൃഷ്ണ, നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരോടും കമ്പാരിസൺ തോട്ട്സ് വരാറുണ്ടോ, മറ്റുള്ളവരുമായിട്ട് എപ്പോഴെങ്കിലും കമ്പയർ ചെയ്യാറുണ്ടോ ഈ റീൽസ് കാര്യങ്ങളൊക്കെ കാണുമ്പോഴോ, അല്ലെങ്കിൽ പുറത്ത് ഉള്ള സിറ്റുവേഷൻസിൽ അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പോകാറുണ്ടെങ്കിൽ ഏത് മേഖലയിലാണ് കമ്പാരിസൺ തോട്ട്സ് വരാറ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗുരുകൃഷ്ണ പറയാൻ പറ്റുമോ? സാർ ഞാൻ പുറത്താണ്, ലാസ്റ്റ് പറഞ്ഞാൽ മതിയോ? മതി മതി, ഓക്കെ ഓക്കെ, മതി മതി. അടുത്തത് ഷറഫുദ്ദീൻ സാർ, മിസ്റ്റർ ഷറഫുദ്ദീൻ. എനിക്കങ്ങനെ സംഭവം ഉണ്ടാവാറില്ല. ഇല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, താങ്ക് യു. അടുത്തതേപോലെ ഹസ്ന മാം, ഹസ്ന ഹബീബ. ഹായ്. ഹലോ. അങ്ങനെ തോന്നാറൊക്കെ ഉണ്ട്. ഇപ്പോ സത്യം പറഞ്ഞ സാറിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം കുറെയൊക്കെ അതിന്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ കുറച്ചായിട്ടൊക്കെ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജേർണലിങ്ങിന്റെ മുതലാണ് ഫസ്റ്റ് ആയിട്ട് കേട്ട് തുടങ്ങിയത്. അപ്പോ റെക്കോർഡിംഗ് കേൾക്കാറുണ്ടോ? അതിനുശേഷം റെക്കോർഡിങ് വരണത് ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇപ്പൊ ഇന്ന് വരെ ഞാൻ ആ ജേർണലിങ് തുടങ്ങി നിർത്താതെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. കാരണം ഇങ്ങനെ കുറെ ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കണേ, പക്ഷെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ അതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ സാറിന്റെ ക്ലാസ് ഇട്ടപ്പോ എന്തോ അത് അങ്ങനെ ചെയ്യണം എന്ന് തോന്നി. മുട്ട വെച്ചുകൊണ്ട് ചെറുനാരങ്ങന്റെ സംബന്ധി ആരാ ഇവിടെ ഗ്രൂപ്പിൽ വന്ന് കഞ്ഞി കൊടുക്കുന്നത്? ആരോന്ന് മ്യൂട്ടാക്കാൻ മറന്നുപോയതാന്ന് തോന്നുന്നു. അടുത്തത് ഷാഹിദ മാം. നമ്മൾ കമ്പാരിസൺ തോട്ട്സിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴേലും കമ്പാരിസൺ തോട്ട്സ് വരാറുണ്ടോ? ചോദിച്ചപ്പോ പോയി തോന്നുന്നു, കാണുന്നില്ല. അവിടെ ഉണ്ടല്ലോ, നമ്മളെ സിജിയിലെ ഷാഹിദ മാം ആണോ? ഷാഹിദ മാം അല്ലല്ലേ? ഓക്കെ. അല്ല മാം, ഒന്ന് പറയാൻ പറ്റുമോ? ജസ്റ്റ് കമ്പാരിസൺ തോട്ട്സ് വരാറുണ്ടോ? ഉണ്ടാവാറുണ്ട്, മക്കളെ കാര്യത്തിലൊക്കെ വരാറുണ്ട്. മക്കളെ കാര്യത്തിൽ വരാറുണ്ട്, ഓക്കെ. അതായത് പഠിത്തത്തിന്റെ ഇപ്പൊ ഇല്ല കേട്ടോ, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോ മാർക്കിന്റെ കാര്യമൊക്കെ വരികയാണെങ്കിൽ നമ്മളെ ആദ്യം ചോദിക്കും, അവളെ ഫ്രണ്ടിന്റെ മാർക്ക് ചോദിക്കും. അപ്പൊ നിനക്കെന്താ അത് പറ്റാത്ത, ആ രീതിയിലാണ് സംസാരിക്കുക. ഇപ്പൊ അതില്ല. ഇപ്പൊ ഞാൻ ചോദിക്കാറില്ല. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ ഇതുപോലുള്ള ക്ലാസ് ഒക്കെ കേട്ടിട്ട് തന്നെ കുറച്ചൊക്കെ നമ്മളെ മനസ്സൊന്ന് വിശാലായി. അപ്പൊ മക്കളെ കൂടെ നിൽക്കാൻ തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു മാറ്റം കുട്ടികൾ കാണാണ്ട്. അതെ 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 അതെ, നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കുമ്പം അവര് കുറച്ചും കൂടെ ആ കമ്പാരിസൺ തോട്ട്സ് പേടിച്ചിട്ടുള്ള പെർഫോമൻസിന് പകരം അവര് തന്നെ അവരെ കുറിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കാനും അവരിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കും. പറഞ്ഞ കറക്റ്റാണ്. അതെ അതെ അതെ. പിന്നെ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് അവർക്ക് നമ്മൾ വാങ്ങിയ മാർക്കിന് എൻ്റെ ഉമ്മാക്കൊരു വിലയില്ല.
അപ്പൊ പിന്നെ അവരുടെ ആ പഠനം താഴോട്ട് പോവുക ചെയ്യുന്നത്. അതെ 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 പക്ഷെ അപ്രിസിയേഷൻ നമ്മൾ അത് ഇപ്പൊ ഞാൻ തീരെ ചോദിക്കാറില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അതെ 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 മറ്റുള്ളവരുടെ മാർക്ക് ചോദിക്കുന്നതിന് പകരം നമ്മളുടെ മാർക്കിനെ പറ്റി മാത്രം അവരുടെ മാർക്കിനെ പറ്റി മാത്രം ചോദിക്കുകയും അത് ഉള്ളതിന് അപ്രിസിയേഷൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്താണ് അതെ നല്ല രീതിയിൽ അവരോട് സംസാരിച്ചുകൊണ്ട് എവിടെയാണ് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ, ഏതെങ്കിലും സ്പെഷ്യൽ ട്യൂഷൻ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അതെ ടീച്ചേഴ്സ് മനസ്സിലാവാത്ത വിഷയങ്ങളുണ്ടോ, അപ്പൊ അങ്ങനെ പ്രോപ്പറായിട്ട് കമ്പാരിസണിന് പകരം അനലൈസേഷൻ നടത്താനുള്ള ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല ആ മാറ്റങ്ങൾ കുട്ടികളിൽ ഞാൻ കണക്കാക്കും. മനസ്സിലാക്കിയത് നമ്മളിപ്പോ അവരോട് ഫ്രണ്ട്സിന്റെ മാർക്ക് ഒന്നും ചോദിക്കാതെ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ പിന്നെ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവായിട്ട് തന്നെ ഓരോ കാര്യത്തിനെ കാണുമ്പോ അവരിലെ മാറ്റം നമ്മൾ അവരെ കുറിച്ച് നല്ലത് ചിന്തിക്കുമ്പോ തന്നെ അവരില് ആ മാറ്റം വരുന്നുണ്ട്. അതെ 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 നമ്മളുടെ മക്കളെ പറ്റിയും നമ്മളുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളെ പറ്റിയും എന്താണോ ചിന്തിക്കുന്നത് അതെ അതെ അതുപോലെയാണ് അവർ പെരുമാറുക. ദാറ്റ് യാ മീൻസ് യെസ് ഇപ്പം എന്റെ കേസ് ആണെങ്കിൽ ഞാൻ എന്റെ ഭാര്യനെ പറ്റി ഞാൻ മോശമായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഭാര്യ കൺവേർട്ട് ആയി മോശമായിട്ട് വരും. ചിലപ്പോൾ നല്ല ഭാര്യ ആയിരിക്കാം. അതെ 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 നമ്മൾ ഒരാളെ പറ്റി പ്രത്യേകിച്ച് നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ പറ്റി നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ക്ലോസ് ആയിട്ടുള്ള ആളുകളെ പറ്റി നമ്മൾ നല്ലത് അവരുടെ നന്മയിലേക്ക് നോക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നല്ലത് കാണാൻ പറ്റും. അതെ നമ്മളിങ്ങനെ അതെ മോശമുണ്ടോ, ചെറിയ ചെറിയ മോശങ്ങൾ മാത്രമല്ല കുറ്റങ്ങൾ മാത്രം എടുത്തു പറയുന്ന ഒരു സ്വഭാവം നമ്മൾ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ മനുഷ്യന്റെ നമ്മൾ കാണുന്നതെല്ലാം കുറ്റാവും. അതെ 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 കാണുന്നതും കുറ്റവും അവരെ പെരുമാറ്റവും മാറി വരും. അതെ 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 ശരിയാണ്. അവരില് നമ്മുടെ ചിന്ത കൊണ്ട് തന്നെ അവരിലെ ആ രൂപമാറ്റം അതിൽ വരുന്നുണ്ട് എന്നാ പറയുന്നത്. മാറ്റം വരുന്നുണ്ട്. നമ്മൾ എന്താ ചിന്തിക്കണെന്ന് ആ രീതിയിലേക്ക് അവര് മാറിപ്പോകും. അതെ അതെ അതുകൊണ്ടാണല്ലോ ശരിക്കും വി ആർ വാട്ട് വി തിങ്ക് ഓൾ ഡേ ലോങ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മളെ പറ്റി ചിന്തിക്കുന്നത് അതായിട്ട് നമ്മൾ മാറുന്നതാണല്ലോ. അതാണ് ശരിക്കും മാം പറഞ്ഞത്. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ അതേപോലെ അടുത്തത് സ്വാലിഹ മാം. കമ്പാരിസൺ തോട്ട്സ് വരാറുണ്ടോ എപ്പോഴും നിങ്ങളെ പറ്റിയോ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിനെ പറ്റിയോ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റി റീൽസ് കാണുന്ന സമയത്തോ എങ്ങനെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്യാറുണ്ടോ? ജസ്റ്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ കേട്ടോ. വരാറൊക്കെ മാം മ്യൂട്ടാണ്. അങ്ങനെ വരാറൊക്കെ ഉണ്ട്. എന്താണ് വരാറ് മാം? എന്ത് ടൈപ്പ് ഓഫ് തോട്ട്സ് ആണ് വരാറ്? കുട്ടിയുടെ കാര്യത്തിലാവുമ്പോഴേ മാർക്ക് കുറവില്ലീനൊക്കെ അങ്ങനെ തൊട്ടടുത്ത് തന്നെ അതേ പ്രായമുള്ള കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനെ വരാറുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളൂ ക്ലാസ്സിന്. അതായിക്കോട്ടെ അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും കേട്ടില്ല. അല്ലല്ല ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ മാം. അപ്പൊ നമ്മളിങ്ങനെ ഓരോരുത്തരോടും ആ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് കമ്പാരിസൺ തോട്ട്സ്. കാരണം എനിക്ക് എല്ലാ ടോപ്പിക് കൂടെ കണക്ട് ചെയ്ത്, കാരണം എനിക്ക് ഓരോരുത്തർ ഇപ്പം ഷാഹിദ മാം സംസാരിച്ച പോലെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ തന്നെ അത് തന്നെ ശരിക്ക് ഓരോരുത്തർക്കും പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും അതില്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുമ്പോൾ അത് ഓരോ സിറ്റുവേഷൻ ആണല്ലോ. ഇപ്പൊ ഒരാളിപ്പോ മാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരാൾ പറയാ ഇപ്പൊ ആനിവേഴ്സറി സെലിബ്രേഷന് ബർത്ത്ഡേ സെലിബ്രേഷനെ പറ്റിയൊക്കെ പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യും ഓരോരുത്തർ. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഓരോരുത്തർക്കും എന്താണ് കമ്പാരിസൺ എന്ന് പറയുന്ന സമയത്ത് ചിന്തയിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. അതേപോലെ ബൽക്കീസ് മാം. ബൽക്കീസ് മാം നമ്മുടെ സെഷനിൽ കയറുന്ന ആളാണല്ലോ. ബൽക്കീസ് ഫിറോസ്. ഹലോ, ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ. ടോപ്പിക് എന്താന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് കമ്പാരിസൺ ആണോ? അതെ അതെ നമ്മളിപ്പോ ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ജസ്റ്റ് നമ്മൾ സെഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓരോരുത്തരോട് ഇങ്ങനെ അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കമ്പാരിസൺ തോട്ട് വരാറുണ്ട്. കാരണം ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ച വീട്ടിലെത്തിയാൽ നന്നായിട്ട് അത് ഫീൽ ചെയ്തത്. കാരണം നമ്മള് രണ്ട് മരുമക്കൾ വീട്ടിൽ വന്നാല് നമ്മള് അവരെ കമ്പയർ ചെയ്യുന്നുണ്ടോ, നമ്മൾ തന്നെ സെൽഫായിട്ട് ചിന്തിക്കുക. ആരും ഒന്നും പറയുന്നുണ്ടാവില്ല, പക്ഷെ ഒരേ സമയം നമ്മളെ ഇടയിൽ ആരെങ്കിലും നമ്മളെ കമ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു തോട്ട് കഴിഞ്ഞ ആഗസ്റ്റ് വരെ എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ സെഷനും ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ്ലി സെൽഫ് ലവ് സ്റ്റാർട്ട് ചെയ്തപ്പോ ആ ഒരു തോട്ട് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
ഓക്കെ മാം, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഏതായാലും ഇനി മുന്നോട്ടും ആ ഒരു കോൺഷ്യസ്നസ് ക്രിയേറ്റീവ്, ദറ്റ് മീൻസ് അത് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. യെസ് യെസ് താങ്ക് യു മാം, താങ്ക് യു. താങ്ക് യു. അടുത്ത മിസ് ഫർവീൻ മാം ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ളൂ. പെട്ടെന്ന് ചോദ്യം ചോദിക്കും, ഇത് എന്ത് സംഭവം, ഇത് വന്ന ഉടനെ ചോദ്യമാണല്ലോ, അത് എന്ത് ക്ലാസ് അത്? ഫർവീൻ മാം ഒന്ന് പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് കമ്പാരിസൺ തോട്ട്സിനെ പറ്റി പറയുന്ന സമയത്ത് എന്താണ് മൈൻഡിലേക്ക് വരുന്നത്? എപ്പോഴേലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? നിങ്ങളുടെ കാര്യങ്ങളോ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും? ഇന്ററാക്റ്റീവ് സെഷൻ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഫർവീൻ മാം സംസാരിച്ചോളൂ കേട്ടോ, വീഡിയോയിൽ വരണമെന്നില്ല, ജസ്റ്റ് വോയിസ് മാത്രമേ കേൾക്കൂ. ആദ്യമായിട്ട് കേറുമ്പോ തന്നെ പെട്ടെന്ന് പടച്ചോനെ എക്സിറ്റ് ആയി പോകണമെന്ന് ആലോചിക്കില്ലേ, അല്ലെങ്കിൽ കേൾക്കാത്തതുണ്ടോ? മിസ് ഫർവീൻ, ഓക്കെ, ഏതായാലും ചിലപ്പോൾ ബിസി ആയിരിക്കും അവിടെ. അപ്പൊ താങ്ക് യു കേട്ടോ. എല്ലാവരും സംസാരിച്ചല്ലോ അല്ലെ? ഓക്കെ, ഇന്ന് നമ്മളെ സാധാരണ കയറുന്ന കുറച്ച് ആൾക്കാർ മിസ്സിങ് ഉണ്ടല്ലോ, ഇപ്പൊ തിരക്കായിരിക്കും, ന്യൂ ഇയറും പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഏതായാലും എനിക്ക് ശരിക്കും മാർക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്താണ് എനിക്ക് വല്ലാതെ എൻ്റെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഓർമ്മ വന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം, +1 പഠിക്കുന്ന സമയത്ത് എനിക്ക് 10th വലിയ മാർക്കൊന്നുമില്ല, വളരെ കുറവാണ്. ദാറ്റ് മീൻസ് വളരെ കുറവെന്നല്ല, ഉള്ളതിൽ താങ്ക് യു, അൽഹംദുലില്ലാ, താങ്ക് യു ഗോഡ്. 70% മാർക്ക് മാത്രമേ ഉള്ളായിരുന്നു അന്ന്. പക്ഷെ ഇന്നത്തെ പോലെ ഇപ്പം ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നാണ്. അപ്പൊ അന്ന് ഇന്നത്തെ പോലെ എല്ലാവർക്കും ഫുൾ A+ ഒന്നും കിട്ടുന്ന കാലമല്ല കേട്ടോ. പ്രത്യേകിച്ച് CBSE കുറച്ചും കൂടെ ഒരു ടൈറ്റ് ആയിരുന്നു കറക്ഷന് കാര്യങ്ങളൊക്കെ. അപ്പൊ അന്ന് വെൻ കമ്പയർഡ് ടു അതേഴ്സ്, ഞാനിപ്പോ കമ്പാരിസണിനെ പറ്റി പറയുകയാണെങ്കിൽ അന്ന് ഞാൻ കമ്പയർ ചെയ്തിരുന്നു. എൻ്റെ കൂടെയുള്ള നല്ല മാർക്സ് കിട്ടിയ കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ 70% മാർക്കേ ഉള്ളായിരുന്നു 10th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ +1 ഞാൻ സയൻസ് ആയിരുന്നു എടുത്തത്. അപ്പൊ എൻ്റെ ഒരു മേഖല ഏതാണെന്നോ എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോർ ഏരിയ ഏതാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എല്ലാവരും എൻ്റെ കസിൻസ് ഒക്കെ സയൻസ് എടുക്കുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ സയൻസ് എടുക്കുന്നുണ്ട്, ഞാനും സയൻസ് എടുത്തു. മാത്സും അങ്ങനെ എന്താ മാത്തമാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാല് എനിക്ക് തീരെ എന്താ കണക്ട് ആവാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. എനിക്ക് ആ സബ്ജക്റ്റിനോട് ഇഷ്ടമല്ല. പിന്നെ ഒരു കാര്യം നമുക്ക് നടന്നു വെച്ചാല്, ഞാൻ അവിടെ ഹോസ്റ്റലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കോഴിക്കോട് MES രാജ എന്ന് പറഞ്ഞൊരു സ്കൂളായിരുന്നു, കള്ളന്തോട് എന്ന സ്ഥലത്താണ്, RIC NITക്ക് വഴുത്താം. അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മിസ്, അവിടുത്തെ മാത്സ് ടീച്ചർ, പേര് ഞാൻ പറയുന്നില്ല, അന്നത്തെ മാത്സ് ടീച്ചർ, ഇപ്പം വേറൊരു ഫ്രണ്ടിനോട് എന്തോ ഒരു ഡൗട്ട് ചോദിച്ചാണ്. ഇപ്പം സ്റ്റഡി ടൈം ഉണ്ടാവുമല്ലോ ഹോസ്റ്റലിലുള്ള സമയത്ത്. ഞാൻ എന്തോ ഒരു ഡൗട്ട് ചോദിച്ച സമയത്ത് പെട്ടെന്ന് ആ മാം എൻ്റെ ബുക്ക്, മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കും എൻ്റെ ഒരു നോട്ട്ബുക്കും ഒക്കെ മാം വാങ്ങി വെച്ചു. എന്തിനാ, അവിടെ പഠിക്കാൻ വന്നല്ലേ, സംസാരിക്കാനല്ലല്ലോ. സംഭവം എൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഞാൻ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സംസാരിച്ചതല്ലായിരുന്നു, ജസ്റ്റ് ബുക്സ് ഒരു ഡൗട്ട് ചോദിക്കുക മാത്രമായിരുന്നു ചെയ്തത്. പക്ഷെ ആ ബുക്ക് വാങ്ങി വെച്ചു എന്നുള്ളൊരു വാശിപ്പുറത്ത് അന്നത്തെ കാലത്ത് നമുക്ക് അറിയാലോ, ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ഈഗോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു വാശിപ്പുറത്ത് ഞാൻ എന്ത് ചെയ്തു പറയാം, ഞാൻ ആ സബ്ജക്റ്റ് ഞാൻ പിന്നെ പഠിച്ചു. ഓൾറെഡി എനിക്ക് ആ സബ്ജക്റ്റിനോട് വലിയ താല്പര്യമില്ല. ആ സബ്ജക്റ്റ് ഞാൻ പിന്നെ പഠിച്ചതേ ഇല്ല പറഞ്ഞാല് മാത്സ് സബ്ജക്റ്റ് ഞാൻ പിന്നെ നോക്കിയതേ ഇല്ല. ഞാൻ അതിന്റെ എക്സാമും എഴുതാൻ പോയില്ല +1. അങ്ങനെ വീട്ടിലൊക്കെ അറിഞ്ഞ് പ്രശ്നമായി. മീൻസ് ഫെയിലായി. ആ സബ്ജക്ട്, ബാക്കി എഴുതിയ സബ്ജക്റ്റ് ഒക്കെ പാസ്സായി +1, പക്ഷെ മാത്സ് സബ്ജക്ട് ഫെയിലായി. ഫാദർ നാട്ടിലില്ലായിരുന്നു, ഗൾഫിലായിരുന്നു ആ സമയത്ത്. അപ്പോ ഫാദറൊക്കെ അറിഞ്ഞ് വിഷയമായി. അവിടെ പിന്നെ അന്ന് ഈ സേ എക്സാമോ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എഴുതുക അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു, ഈ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ അത് എഴുതാൻ പറ്റിയില്ല. അങ്ങനെ +1 സയൻസ് ഫെയിലായി. അന്ന് എനിക്കൊരു തോട്ട് വന്നത്, ദാറ്റ് മീൻസ് എല്ലാവരും പാസ്സായി, ഞാൻ മാത്രം ഫെയിൽ. ഒരു ക്ലാസ്സിലാട്ടോ, സ്കൂൾ മാറാൻ നോക്കി, പക്ഷെ സ്കൂൾ മാറാൻ പറ്റുന്നില്ല ആ സാഹചര്യത്തിൽ. പിന്നെ എന്തായാലും +1 തന്നെ ഒന്നും കൂടെ പഠിക്കേണ്ടി വരുമെന്ന് മനസ്സിലായി. അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രിൻസിപ്പിള്
എന്നോടൊരു കാര്യം പറഞ്ഞു, നീ സയൻസ് എടുക്കണ്ട, ഈ കൊമേഴ്സിലേക്ക് മാറിക്കോ, അഥവാ അവിടെ തന്നെ പഠിക്കുകയാണെങ്കിൽ കൊമേഴ്സിലേക്ക് മാറിയിട്ട് അവിടെ തന്നെ പഠിച്ചോ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ചവര് സയൻസിൽ +2 ഉള്ളപ്പോൾ ഞാൻ +1 കൊമേഴ്സിൽ ജൂനിയേഴ്സിന്റെ കൂടെ ആയി. ഇപ്പൊ 10th ഉണ്ടായിരുന്ന കുട്ടികളുടെ കൂടെ +1 കൊമേഴ്സിൽ പഠിക്കാൻ തുടങ്ങി. അപ്പൊ ശരിക്കും സംഭവിച്ചത് എന്താ വെച്ചാല്, അന്ന് സയൻസിൽ ഫെയിലായ ഞാൻ മെല്ലെ മെല്ലെ എനിക്ക് ഒരു എന്താ പറയാ, ഓരോ തോൽവി വരുന്ന സമയത്താണല്ലോ നമുക്ക് ഒരു റിയലൈസേഷൻ വരിക, ഇനിയും തോൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് തോറ്റതിന് പകരമായിട്ട് ഞാൻ അതിൽ പഠനത്തിന്റെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു തോട്ട് വന്നതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ ടൈം എടുത്ത് പഠിക്കാനും അതേപോലെ കുറച്ച് സമയം കുറച്ചുകൂടെ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി പഠനത്തിലേക്ക്. അപ്പോ എന്താ സംഭവിച്ച വെച്ചാല്, +1 സയൻസിൽ തോറ്റിരുന്ന ഞാൻ, ഇപ്പൊ മാത്സ് സബ്ജക്ട് തീരെ പെർഫോം ചെയ്യാൻ പറ്റാതെ തോറ്റിരുന്ന ഞാൻ +2 കൊമേഴ്സ് എത്തിയ സമയമാകുമ്പോഴേക്ക് അന്നത്തെ റിസൾട്ട് കാര്യം, +2ന്റെ റിസൾട്ട് വന്ന സമയത്ത് സ്കൂളിലത്തെ 3rd റാങ്ക് ഞാനായിരുന്നു. സത്യം പറഞ്ഞാല് അന്ന് അൽഹംദുലില്ലാ പഠിച്ചോണ്ടൊരു വർക്കത്തോണ്ടാണ്, ഒരു സഹായം കൊണ്ട് അന്നത്തെ സ്കൂളിലെ 3rd റാങ്ക് ഹോൾഡർ ആയിട്ട് ഒരു സമ്മാനവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അതേപോലെ ബിസിനസ് സ്റ്റഡീസ് സബ്ജക്റ്റില് ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് മാർക്സ് കിട്ടിയതിനുള്ള ഒരു അവാർഡൊക്കെ അന്ന് നമ്മളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് സാറ് വന്നിരുന്നു അവിടെ സ്കൂളിൽ. സത്യം പറഞ്ഞാൽ സാറിന്റെ കയ്യിൽ നിന്ന് ബെസ്റ്റ് ഇപ്പം ഒരു സബ്ജക്റ്റിൽ ടോപ്പറിനുള്ള ആ ഒരു അവാർഡ് ഇപ്പോഴും എൻ്റെ ഇതിലുണ്ട്. അപ്പോൾ ഞാനത് ഈ ഒരു സംഭവം പറയാൻ കാരണം എന്താ അറിയോ, ഞാനിപ്പോ അന്നിപ്പോ എനിക്ക് സയൻസ് എടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അന്നിപ്പോ ഞാൻ മറ്റുള്ളവരൊക്കെ പാസ്സായല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് വലിയ മാർക്കും കാര്യങ്ങളും, മാർക്കില്ലെങ്കിലും പാസ്സാവുമെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ ഞാനത് ഫെയിൽ ആയല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് പഠനം നിർത്തിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും. ഞാൻ ഉദ്ദേശം എന്താ വെച്ചാല്, നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പറയും, ഞാനിപ്പോ അഥവാ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ മേഖല കൊമേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പഠനത്തിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസും ടൈമും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ 1 ഇയർ ലോസ് ആവില്ലായിരുന്നു. പക്ഷെ ആ 1 ഇയർ ലോസ് ആയതും എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ് റീസൺ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അതിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടല്ലോ. നമ്മൾ ഏത് തോൽവികൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ആ തോൽവിന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പാഠമായിരുന്നു ഈ ഒരു കാര്യം. എങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു തോൽവി സംഭവിച്ചാൽ നമ്മൾക്ക് അതിൽ ഒരുപാട് ഉയർന്ന വീഴ്ച, ചിലപ്പോൾ +1 ചിലപ്പോൾ ഞാൻ നോർമലി ചെറിയ മാർക്ക് വാങ്ങി, +2 ചെറിയ മാർക്ക് വാങ്ങിയിട്ട് പാസ്സായിരുന്നെങ്കിൽ എനിക്ക് എവിടെ സീറ്റ് കിട്ടുക അല്ലെങ്കിൽ മുന്നോട്ടുള്ള പഠനങ്ങളൊക്കെ ബുദ്ധിമുട്ടായേനെ. പക്ഷെ കൊമേഴ്സിലേക്ക് എത്തിയ സമയത്ത് എനിക്ക് കുറച്ചുകൂടെ നല്ല മാർക്ക് കിട്ടുകയും മറ്റുള്ള ഇപ്പം ഡിഗ്രി PG കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനൊക്കെ പറ്റിയത് ആ മാർക്സ്, ആ തോൽവി ആയിരുന്നു. ഞാൻ ഈ സ്റ്റോറി പറയാൻ കാരണം, ഇപ്പൊ നേരത്തെ മാർക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാതെയും ഇപ്പം ട്യൂഷനും കാര്യങ്ങളൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും ഒരേ എഫേർട്ട് ഇട്ടിട്ടും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർക്കുകൾ കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പൊ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ മാർക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വൈഫിനോട് ഞാൻ ഇന്നത്തെ ടോപ്പിക്കിനെ പറ്റി ഇങ്ങനെ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ വൈഫ് ആദ്യം പറഞ്ഞതറിയോ, കഴിഞ്ഞ സെമസ്റ്റർ എക്സാമിൽ ഇപ്പം സെക്കൻഡ് സെം എക്സാമിന്റെ സമയത്ത് ഒരുമിച്ച് ഒരേ രീതിയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രൂപ്പ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ട് വേറെ. അപ്പൊ ആദ്യം തന്നെ മാർക്ക് കിട്ടിയ സമയത്ത് ഇവരെ അടുത്തടുത്ത് ഇരുന്നാണ് എക്സാം എഴുതിയത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ടെക്നിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാക്കാം. അപ്പൊ മാർക്ക് വന്നു നോക്കിയപ്പോ ഏതോ ഒരു സബ്ജക്റ്റില് ആ കുട്ടി ടോപ്പറും, അവൾക്ക് വലിയ അങ്ങനെ ടോപ്പ് മാർക്ക് അല്ല, ഒരു 70 to 80 സംഭവം ഉണ്ട്. എന്നിട്ടും ആ കുട്ടീനെ കുറിച്ച് ആലോചിച്ചിട്ട് വിഷമിക്കുകയും അതേപോലെ എനിക്ക് അത്രത്തോളം മാർക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്, സോറി കേട്ടോ, എനിക്ക് അത്രത്തോളം മാർക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കമ്പാരിസൺ തോട്ട്സ് വെച്ചിട്ട് വിഷമിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിത് പറയാൻ കാരണം, നമ്മള് മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം നമ്മളിലേക്ക് കുറച്ചും കൂടി ഒന്ന് ആഴത്തിൽ ഇറങ്ങി മനസ്സിലാക്കാനും അത് എങ്ങനെ നമ്മളുടെ കഴിവുകളെ പറ്റിയും നമ്മളുടെ പേഴ്സണാലിറ്റിനെ പറ്റിയും നമ്മളുടെ ഇന്റലിജൻസിനെ പറ്റിയൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട്
അതിലേക്ക് കുറച്ചും കൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു കമ്പാരിസൺ തോട്ട്സ് കുറച്ചെടുക്കാൻ പറ്റും. അതിൽ നമ്മൾ ഇപ്പം മുന്നേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, കമ്പാരിസൺ തോട്ട്സ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ സോഷ്യൽ മീഡിയ ആണ് നമ്മൾ ഒരുപാട് ഈ ഒരു കമ്പാരിസണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് നമ്മളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. ഏത് സ്റ്റോറി എടുത്ത് നോക്കിയാലും മിക്ക ആളുകളും സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ചെയ്യായിരിക്കും ചെയ്യുന്നത്. പല കാര്യങ്ങളും അവരുടേത് പോലും ആയിരിക്കില്ല. എല്ലാരെയും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് കണ്ടിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോരോ കേസുകൾ പറഞ്ഞു. ഇപ്പം സെലിബ്രേഷൻസ്, ഇപ്പം ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിക്കോട്ടെ, ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിക്കോട്ടെ, മാരേജ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പം ഐഫോണ്, ഇപ്പം മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത്, യാത്രകൾ പോകുന്നത്, ഡ്രസ്സ്, ബൈക്ക്, കാറ്, ട്രെൻഡുകൾക്ക് അനുസരിച്ചുള്ള ഡ്രസ്സിങ് സ്റ്റൈല് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇപ്പം മെയിനായിട്ട് യാത്രകൾ പോകുന്നതൊക്കെ ആയിരിക്കും ഒരുപാട് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ അടുത്ത ഫാമിലിയിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, സ്കൂളിൽ ഇപ്പം ടൂർ പോവേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില വീട്ടിൽ വന്നിട്ട് കുട്ടികൾ പറയാ അവനൊക്കെ വീട്ടിൽ നിന്ന് വിടുന്നുണ്ടല്ലോ, പിന്നെ എന്നെന്താ വിടാത്തത് എന്നുള്ള രീതിയിലുള്ള ഒരു കമ്പാരിസൺ തോട്ട്സും പല ആളുകളുടെ ലൈഫിലും കാണാറുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന വെച്ചാല് നമ്മൾക്ക് കഴിയുന്നിടത്തോളം നമ്മൾ ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ഈ തോട്ട് എപ്പോഴും മനസ്സിൽ കൊടുക്കുക. എന്ത്, ഞാനിതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്റ്റോറി കാണുകയോ അല്ലെ മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് എൻ്റെ ലൈഫിനെ കൊണ്ട് കമ്പയർ ചെയ്യൂല എന്നുള്ളൊരു തോട്ട് ഫസ്റ്റ് മൈൻഡിന് കൊടുക്കുക. നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ മനസ്സിനോട് എന്താണോ സംസാരിക്കുന്നത് ആ രീതിയിലാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പെരുമാറുക. അപ്പൊ ഇതേപോലെ നമ്മളുടെ മൈൻഡിന് നമുക്ക് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കണ്ടാലും അതിന് വിഷമിക്കുന്നതിന് പകരം അപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളുടെ ലൈഫിൽ ഒരു ശീലമാക്കി വളർത്തുക. പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു അച്ചീവ്മെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പുതിയത് വാങ്ങിയ കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാലും അത് നമ്മളുടേതുപോലെ ഫീൽ ചെയ്ത് അതിന് അപ്രീസിയേഷൻ കൊടുക്കാനുള്ള ഒരു ശീലം വളർത്തിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ ഹാബിറ്റുകൾ വളർത്തിയെടുക്കുമ്പോൾ അല്ലേ ഓരോ ആവശ്യമില്ലാത്ത ശീലങ്ങൾ മാറിക്കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അപ്രീസിയേഷൻ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക. അങ്ങനെ ഒരാളിപ്പം നമ്മളൊരു സ്റ്റോറി കാണുക അല്ലെങ്കിൽ ഒരാളിപ്പം നല്ല മാർക്ക് വാങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളുടേത് പോലെ തന്നെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക. അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾ ചെയ്ത് ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്നുള്ള രീതിയിൽ പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്. പിന്നെ നമ്മളുടെ മൈൻഡിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന നന്മയെ പറ്റി മോശമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ പോലെ എനിക്ക് ആവാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള തോട്ട് വരാതിരിക്കാനുള്ള ഒരു ടൂളാണ് നമ്മൾ ഓൾറെഡി മുന്നേ സംസാരിച്ചിരുന്നു, ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ സംസാരിച്ചിരുന്നു, നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾക്ക് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി എഴുതി വെക്കുന്ന ഒരു ശീലം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാറിയോ, അത് നമ്മളുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ അട്രാക്ട് ചെയ്യുക മാത്രമല്ല ചെയ്യുക, അങ്ങനെ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അത് എഴുതി വെക്കുന്ന ഒരാളായിട്ട് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റൊരാളില് എന്തെങ്കിലും നന്മ അല്ലെങ്കിൽ മറ്റൊരാളിൽ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റോ അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും അത് ഓട്ടോമാറ്റിക്കലി ഒരു സന്തോഷം കിട്ടും. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൽ ഫോക്കസ്ഡ് ആടുന്ന ആളാണെങ്കിലാട്ടോ ഞാൻ പറഞ്ഞത്, നമ്മൾ സ്ഥിരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഏതൊരു സാഹചര്യത്തിലെയും നന്മയെ കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഒരാൾക്ക് വേറെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്, ഒരു ഫോൺ, നമ്മളിൽ ഇല്ലാത്ത ഒരു പുതിയൊരു കാര്യം എന്തെങ്കിലും അവർക്ക് കിട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാം പാസ്സാവുക, എന്തെങ്കിലും ജോബ് കിട്ടുക അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതിൽ ഭയങ്കര മില്യൺ ടേൺ ഓവർ അടിക്കുക, അങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് ഒരിക്കലും അതിൽ വിഷമം തോന്നില്ല. നമ്മൾ എന്താ ചിന്തിക്കുക, അങ്ങനെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് അങ്ങനെ നല്ലൊരു കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ റിലേഷൻഷിപ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ പോലും നമുക്ക് നമ്മളുടെ മൈൻഡിൽ വരും. കാരണം എന്താ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക്
നല്ലൊരു കാര്യം സംഭവിച്ചു, അപ്പോൾ അത് എന്റെയും കൂടി ഒരു സന്തോഷമാണ് എന്നുള്ള രീതിയിൽ മൈൻഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതില് ആർക്കെങ്കിലും ഇപ്പൊ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കൊണ്ടുള്ള അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ്സിനെ പറ്റി കണക്ട് ആവാത്തവരാരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടോ? ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മളെ ഓൾറെഡി നമ്മളുടെ ഉണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഷാഹിദ മാം പറഞ്ഞോളൂ. ഉണ്ട്. ഞാന് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ തുടങ്ങിയപ്പോ എന്റെ മൈൻഡ് പിന്നെ പോസിറ്റീവായി. പോസിറ്റീവ് ആവാൻ മാത്രല്ല, എല്ലാത്തിലും ഒരു നന്മ കാണാനുള്ള ഒരു മനസ്സ് വന്നു. പിന്നെ അത് മാത്രല്ല, ഒരു അത്ഭുതം സംഭവിക്കുന്നത് പോലെ ഞാന് ഇപ്പൊ എനിക്ക് 40 വയസ്സുണ്ട്. ഞാൻ ഒരു 20 വർഷം മുന്നേ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറിന്റെ 3 പേപ്പർ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ ഒരു വിഷമം അത് ഉള്ളിൽ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു. ഞാനായിട്ട് അത് എഴുതാതെ ഒരു വാശിക്കന്ന് എഴുതാതിരുന്ന. പക്ഷെ ഇത് എഴുതാൻ തുടങ്ങിയതിന് ശേഷം തോന്നുന്നു പിന്നെ ഞാൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല, യൂട്യൂബില് പിന്നെ ഇങ്ങനെ ഒരു അവസരം ഉണ്ട് ഇപ്പൊ ഡിഗ്രി എഴുതാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. ഈ 1992 മുതൽ 2004 വരെ ഉണ്ടായിരുന്നു. അതിൽ പെടും ഞാനൊരു 2001 അഡ്മിഷൻ ആയിരുന്നു ഡിഗ്രിയുടെ. അപ്പോ അതൊക്കെ എന്റെ മുന്നിൽ ഇങ്ങനെ ഓരോ വഴി ആയിട്ട് ഒരു തെളിഞ്ഞു വന്നു. ആ ഉള്ളിലുള്ള ആഗ്രഹത്തിലേക്ക് ഒരു അത്ഭുതം സംഭവിക്കുന്നത് പോലെ. പിന്നെ എനിക്കതിന് പെട്ടെന്ന് എന്തോ ഒരു മൈൻഡ് ഇതായിപ്പോയി, സോറി. പിന്നെ എനിക്കത് അപേക്ഷ കൊടുക്കാനും ഒരു സാറിനെ എങ്ങനെയൊക്കെയോ എന്റെ കണ്ണില് നമ്പറൊക്കെ തെളിഞ്ഞു വന്ന് ഞാൻ എന്നിട്ട് ആ സാറ് വഴി ഞാൻ രജിസ്റ്റർ ചെയ്തു. ഞാൻ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് യൂണിവേഴ്സിറ്റി പോയിട്ട് ഇപ്പൊ മിഞ്ഞാന്ന് അതിന്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സായി. അപ്പൊ ഞാനത് അതൊക്കെ ഇതുകൊണ്ട് മാത്രാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കൊണ്ട് മാത്രം അത് എഴുതിയത് കൊണ്ട് മാത്രാണ്. പിന്നെ അതൊരു അത്ഭുതം സംഭവിച്ച പോലെയാണ്. കാരണം എന്റെ ഉള്ളിലൊരു ആഗ്രഹം അത് അവിടെ ഉള്ളിലുണ്ട്, അത് എവിടെ കിടക്കണ ഒരു വിഷമായിട്ട് അവിടെ കിടക്കണ്ടായിരുന്നു. പക്ഷെ അതിനെ പടച്ചോൻ എന്നെ ഇതിലേക്ക് അങ്ങോട്ട് എത്തിച്ചു എന്ന് പറയാം. ഒരു അത്ഭുതം സംഭവിച്ച പോലെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും വർഷം ഞാൻ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഇപ്പൊ ഈ ഓഗസ്റ്റിലല്ല, ജൂലൈയിലാണ് എക്സാം കഴിഞ്ഞത്. എന്നിട്ട് മിന്നാന്ന് അതിന്റെ റിസൾട്ട് വന്നപ്പോ ഞാൻ പാസ്. ഞാൻ എഴുതിയിട്ടുണ്ട്, എന്നാലും എനിക്ക് അതൊരിക്കലും എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷെ അത് എങ്ങനെയൊക്കെ എന്റെ അടുത്ത് അത് വന്ന് എത്തിച്ചേർന്ന് ഞാൻ അത് അച്ചീവ് ചെയ്തു എന്ന് പറയാം. ഇപ്പൊ ഞാൻ പറയും എനിക്ക് ധൈര്യമായിട്ട് എനിക്കൊരു ഡിഗ്രി ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സത്യം പറഞ്ഞാല് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഇത് കേൾക്കുമ്പോണ്ടല്ലോ മാം, എന്താ സംഭവിച്ചാല് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ ലൈഫില് കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പഠനം കാര്യങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. ഇപ്പൊ 42ാമത്തെ വയസ്സിൽ പോലും മാമിന് ഇത് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രായം നിർത്താതെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ്. എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, എനിക്ക് ലൈഫിലൊന്നും പഠിക്കാൻ പറ്റിയില്ലല്ലോ, ജോലി ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ശരിക്കും ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഏത് പ്രായത്തിൽ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. നമ്മളുടെ മൈൻഡ് ഈസ് ദ ലിമിറ്റ്. പ്രായവും അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരുടെ സിറ്റുവേഷനും ഒന്നുമല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മൾക്ക് നേടിയെടുക്കണം. ആ നേടിയെടുത്തത് കൊണ്ട് നമ്മളുടെ ലൈഫിലും മറ്റുള്ളവരുടെ ലൈഫിലേക്കും എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്, നല്ല നീയത്തോട് കൂടിയിട്ട്, നല്ല ഇന്റൻഷനോട് കൂടിയിട്ട് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വീട്ടുകാരുടെ സ്വഭാവവും നിങ്ങളോട് പെരുമാറ്റത്തിലുള്ള രീതികൾ വരെ മാറും. അതാണ് ശരിക്ക് മൈൻഡിനെ പറ്റി പഠിക്കണം, സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ പവർ എത്രത്തോളം ആണെന്നൊക്കെ ശരിക്കും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഇതേപോലെ വേറെ ആരോ ബൽക്കീസ് മാം എന്തോ പറഞ്ഞിരുന്നല്ലോ. അത് സാർ ചോദിച്ചില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ജേണല്. അപ്പോ ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ സ്റ്റാർട്ട് ചെയ്തപ്പോ
ലൈഫിൽ ഡെയിലി അഥവാ നല്ലതല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായാൽ പോലും പിന്നെ അതിന് പോലും ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ള ഒരു മനസ്സ് വന്ന്, അല്ലാതെ സെൽഫായിട്ട് ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്തും, സ്വയം സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ അതൊക്കെ നല്ലതിനാണ്. എല്ലാ നെഗറ്റീവ് എനർജിക്കും നെഗറ്റീവ് തോട്ട്സിന്റെ പിന്നിലും ബാഡ് സിറ്റുവേഷന്റെ പിന്നിലും ഒരു ബ്ലെസ്സിങ് ആണ്. നമ്മുടെ ഒന്നും കൂടി ലൈഫിൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളൊരു മൈൻഡിലേക്ക് ഇപ്പൊ തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ തുടങ്ങിയപ്പോ. അത് സത്യം പറഞ്ഞാല് ഒരുപാട് എന്റെ ലൈഫിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. താങ്ക് യു മാം, താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ എക്സ്പീരിയൻസ്. ഇതേപോലെ നമ്മൾക്ക് ഇപ്പം വേറെ ആർക്കെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഫൗസിയ മാം പറഞ്ഞോളൂ. യെസ് സർ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡും പിന്നെ അഫർമേഷൻ ഇതൊക്കെ എഴുതാൻ പറയുമ്പോൾ ഇതൊക്കെ എഴുതിയിട്ട് എന്ത് കാര്യം എന്നാണ് ഫസ്റ്റ് ഒക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത ഒരു ടൂള് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സാറിന്റെ ഓഫ്ലൈൻ ഇവന്റ് ഉണ്ടായിരുന്നല്ലോ, അതിന് ഞാൻ വന്നത് പോലും കാരണം ഞാൻ എന്റെ ലൈഫിലൊന്നും അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേ അത് ഇത്രയും ദൂരം നല്ല അത്യാവശ്യം ദൂരമുണ്ട്. പക്ഷെ അതൊക്കെ നടന്ന് അതുപോലെ ഞാൻ ആണല്ലോ അല്ലെ? അതെ, തൃശ്ശൂരാണ്. കാലിക്കറ്റ് നിന്ന് തൃശ്ശൂർക്ക് ഒറ്റയ്ക്ക് വന്നു പോകുന്ന മീൻസ് അത് വലിയ സംഭവം ഒന്നുമല്ല, ആളുകളെ ലോകം ചുറ്റി കാണുന്നു. പക്ഷെ അല്ലല്ല, എന്നെ അങ്ങനല്ല. സംബന്ധിച്ച് അത് എന്നാലും ഒരു എന്നെ നമ്മളുടെ മൈൻഡിന് ശരിക്കും അതൊരു വലിയ കാര്യം തന്നെയാണ്. ദാറ്റ് മീൻസ് നമ്മളൊരു അതെ അതെ പുതിയൊരു കാര്യം ചെയ്യല്ലേ, പുറത്തേക്ക് അങ്ങനെ പോവാത്ത ഒരാള് ഒരു പരിപാടിക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോകാൻ വീട്ടിൽ നിന്ന് സംഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ലൊരു തുടക്കമാണ്. വലിയ വലിയ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനും ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പറ്റട്ടെ. ഇൻഷാല്ല ഇൻഷാല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സാർ അതേപോലെ അപ്രീഷിയേഷന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മള് ഇപ്പോ റിലേഷൻഷിപ്പിലൊക്കെ അത് ശരിക്കും വർക്കാവും. എല്ലാ റിലേഷൻഷിപ്പിലും നമ്മളിങ്ങനെ എപ്പോഴും മറ്റുള്ളവരെ കുറ്റം മാത്രം, അതെന്തുകൊണ്ടാ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഈ ഫ്രസ്ട്രേഷൻ തീർക്കണം. അപ്പൊ മറ്റുള്ളവരെ പിന്നെ ചെറിയ മിസ്റ്റേക്കിൽ നമ്മൾ കയറി പിടിക്കും. പിന്നെ അവർ ചെയ്തതിനില്ലാത്ത കുറ്റം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, എല്ലാ മനുഷ്യന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. പെർഫെക്റ്റ് ആയിട്ട് ആരും ഇല്ല. പക്ഷെ നമ്മൾ അവരിലുള്ള ചെറിയ ചെറിയ നന്മകൾ ഇങ്ങനെ കാണാൻ തുടങ്ങുമ്പോണ്ടല്ലോ, അവര് പിന്നെ നന്മ മാത്രമേ ഉള്ളൂ. എന്താ പറയാ, മറ്റേ നന്മ മരം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കാണാൻ തോന്നും നമുക്ക് ചില സമയത്ത്. അപ്പൊ ഞാൻ തന്നെ ചില സമയത്ത് ഇങ്ങനെ മുൻപ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ വഴക്കും റിലേഷൻഷിപ്പ് ആകുമ്പോൾ അറിയാലോ, വഴക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാൻ നേരെ തിരിച്ച് ചിന്തിക്കുമ്പോൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കാരണം ഞാൻ തന്നെ വിചാരിക്കും, പഴയ ഞാൻ തന്നെയാണോ ഇത്? കാരണം എന്റെ ദേഷ്യം ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഇപ്പൊ എനിക്ക് ദേഷ്യം അങ്ങനെ വരാറില്ല. വന്നാൽ തന്നെ ഞാൻ എന്തിനാ വെറുതെ ദേഷ്യപ്പെട്ട്, എന്റെ ഹെൽത്ത് അല്ലേ മോശമാവണത്? അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറ്. ഇപ്പൊ എന്തൊരു സംഭവം നടന്നാലും, ഇപ്പൊ സാറിന് തന്നെ അറിയാം എന്റെ സിസ്റ്ററെ ഇത് കുറച്ച് നാൾ മുമ്പ്, പക്ഷെ അതില് പോലും എനിക്കൊരു ഹൈറുന്നായിട്ടാണ് തോന്നുന്നത്. കാരണം മുൻപത്തെ ഞാനാണെങ്കിൽ ഞാൻ ആകെ തകർന്ന് തരിപ്പണായി പോയാനെ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും ചിരിച്ച് നല്ല അടിപൊളിയായിട്ട് സംസാരിച്ച് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ പടച്ചോൻ എല്ലാത്തിനും ബ്ലെസ്സിങ്സ് ഉണ്ട്. ആ ബ്ലെസ്സിങ്സ് നമ്മൾ എപ്പോ കണ്ടെത്തണോ അപ്പൊ നമ്മളെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാവരും മുറുകെ പിടിച്ചോ. ഇത്രേ ഉള്ളൂ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. അതാ ഞാൻ ശരിക്കും ഒരുപാട് വീഡിയോ ക്വാളിറ്റി ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ് ആണ് ഞാൻ മുന്നിൽ വെച്ചത്. അത് മീൻസ് ഫസ്റ്റ് തന്നെ ഇൻട്രോയിലൊരു വീഡിയോ ഉണ്ടാവുമല്ലോ, ആ ക്ലാസ് ആണ്. ഇപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഉപയോഗപ്പെടുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ടൂളാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി എന്റെ ലൈഫ് എക്സ്പീരിയൻസ് മൊത്തം അതിൽ പറയല്ലോ. കാരണം അത്രത്തോളം കണക്റ്റഡ് ആയിട്ട് എനിക്ക് ഒരു ക്ലാസ്സും എടുക്കാൻ പറ്റാറില്ല. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്ങിന്റെ ഇമ്പോർട്ടൻസിൽ പറയുന്ന പറ്റി അത്രത്തോളം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ടൂള് ലൈഫിൽ വേറെ ഇല്ല. അതുകൊണ്ടാണ്. ഏതായാലും താങ്ക് യു മാം, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ്. ഞാൻ പിന്നെ നമ്മളെ ബെസ്റ്റ് പാർട്ടിസിപ്പന്റ് ആണ്. എല്ലാം കൊണ്ടും ഒരുപാട് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളാണ്. അപ്പൊ ഒരു കാര്യം മാം, നമ്മള് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാന്ന് മാമിനോട് മറന്നു വയ്ക്കുന്നത് വീണ്ടും ഒന്നും കൂടി ഓർമ്മിച്ചതാണ്. അത് ഉറപ്പായിട്ട് ഷെയർ ചെയ്യും സാർ. അതന്നെ നമ്മള് മുൻപ് വെറുതെ ഇരുന്നിരുന്ന് ഞാനിപ്പോ എനിക്ക് ഒന്നിനും സമയം തികയില്ല. ഇന്ന് തന്നെ ഇപ്പൊ കുറച്ചൊന്ന് അഡ്ജസ്റ്റ്മെന്റിലാണ് ഞാൻ. ഇത് ഇന്നെന്തായാലും കേൾക്കണം എന്നുള്ള ഇതിലാ വന്നിങ്ങനെ ഇരിക്കണം. ഇപ്പൊ വെക്കേഷനും കൂടെ ആയപ്പോ എല്ലാരും ഉണ്ട്. അപ്പൊ ആകെ ഒരു ഇതാണ്. പക്ഷെ എന്തായാലും ഞാൻ ചെയ്യും ഇൻഷാല്ലാ. എല്ലാം അങ്ങനെ അതിന്റെ കറക്റ്റ് ടൈമിൽ നടക്കും. അതെ അതെ അതെ, നമ്മളെ കൗൺസിലിംഗ് നടന്ന പോലെ കൗൺസിലിംഗ് അതെ അതെ 4 മണിക്കൂറാ ഇരുന്ന് നമ്മള്
റെക്കോർഡ് റെക്കോർഡ് കൗൺസിലിംഗ് ആണ്. ഏതായാലും താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഈ ഇപ്പം മാം പറഞ്ഞ പോലെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡപ്പ് ചെയ്യാനുണ്ടോ? ഇപ്പം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒറ്റൊരു പോയിന്റും കൂടെ ആഡ് ചെയ്യാനുള്ളൂ. അല്ല, ഇന്നിപ്പോ പറഞ്ഞ കാര്യങ്ങളൊന്നും വലിയ പുതിയൊരു ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല, എല്ലാവർക്കും അറിയുന്ന നോർമലി ഉള്ള കാര്യങ്ങളാണ്. സർ, ആ ഷമി മാം പറഞ്ഞോളൂ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു പോസിറ്റിവിറ്റിക്കും 4 വശമുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട് ഞാൻ. നല്ലതിന് 4 വശമുണ്ട്, ചീത്തതിന് 4 വശമുണ്ട്. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്ന പോലെ തന്നെ 4ആയിട്ട് ഞാൻ തിരിച്ചിട്ടാണ് ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ചെയ്തിരുന്നത്. അതിൽ ഒന്നില് പാരന്റ്സ് വരും, ഒന്നിൽ എന്റെ കരിയർ വരും, മറ്റൊന്നിൽ എനിക്ക് നഷ്ടപ്പെട്ടതിൽ ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നത് വരും, മറ്റൊന്നിൽ എന്റെ പഠനം മാത്രം, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് ഗ്രോത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ സാറിന്റെ ഫസ്റ്റ് ക്ലാസ്സിന് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന്റെ ക്ലാസ്സിനാണ്. സാർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ഉള്ളോട് ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത്? ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ഒരേ പേപ്പറിൽ, അല്ലെങ്കിൽ 1, 2, 3 പേപ്പർ പല തവണ എഴുതേണ്ടി വരികയാണെങ്കിലും ഞാൻ എഴുതുന്നുണ്ടല്ലോ. ശരിക്കും സാർക്കറിയാം എന്റെ ലൈഫിലെ വലിയൊരു ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ അന്ന് അവിടെ പൊട്ടിക്കരഞ്ഞ് പറയുന്നത്, ആ ഒരു പ്ലാറ്റ്ഫോമിൽ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കല്, അന്ന് ഞാൻ എഴുതിയിരുന്ന വരികൾ ഇങ്ങനെയാണ്. എനിക്കിപ്പോ ഓർമ്മയുണ്ട്, ഞാൻ ആ സാറിന്റെ ക്ലാസ്സിന് മുന്നേ വരെ എന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതിയിരുന്നു. കഴിഞ്ഞു പോയ പല മുഖങ്ങളും ഇനി എന്റെ മനസ്സിൽ വിരിയാതിരിക്കട്ടെ, ഇതും നല്ലതിനാവട്ടെ, ഈ സമയവും കടന്നു പോകും. ഈ ഒരു വരെ ഞാൻ എഴുതിയിരുന്നത്. പക്ഷെ ഇന്ന് ഞാനത് മാറ്റിയിട്ട് ഞാൻ മാറ്റി തിരുത്തി എഴുതി, കടന്നുപോയ ഓരോ നിമിഷങ്ങൾക്കും നന്ദിയുണ്ട്. എന്റെ മുന്നിൽ മനുഷ്യനായി ദൈവം തന്നിരിക്കുന്ന, അല്ലെങ്കിൽ പടച്ചവനായി മുന്നിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് പടച്ചവന്റെ ഭാഗത്തുനിന്നും എന്റെ മനസ്സിൽ നിന്നും കൊടുക്കുന്ന സന്തോഷത്തിന് എനിക്ക് ഒരുപാട് ദിവസങ്ങൾ കിട്ടട്ടെ എന്ന്. അത് ശരിക്കും എന്താന്ന് വെച്ചാല്, എന്റെ സ്കൂൾ ലൈഫില് ഒരു ഒറ്റ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് നഷ്ടപ്പെട്ട ഫ്രണ്ട്സും ടീമും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ അതേപോലെ കണ്ണു തുറക്കുന്ന സമയം കൊണ്ട് എല്ലാവരെയും എനിക്ക് ചേർത്ത് കിട്ടി. ഇന്ന് ഗ്രൂപ്പായി, വാട്സാപ്പ് കോളായി, ഗ്രൂപ്പ് കോളായി, ടീച്ചേഴ്സിന്റെ വേറൊരു മീറ്റപ്പായി. ഞാനിങ്ങനെ ചിന്തിക്കും, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എന്ന് പറയുന്നത് ഒരു സ്നേഹം, അതല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് എന്നതിനപ്പുറം മരണം വരെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു മെഡിസിനും കൂടെയാണ്. ഞാൻ എന്റെ സിസ്റ്ററോട് ഇപ്പൊ എപ്പോഴും പറയാറുണ്ട്, നീ അത് നിർത്തിവെക്കരുത്, വേറെ എന്ത് തന്നെ നീ നിർത്തിവെച്ചാലും നീ അത് എഴുതുന്നത് നിർത്തിവെക്കരുതെന്ന്. അപ്പൊ ഈ ഷമീമ എന്താന്നുള്ളത് സാറ് ഫോണിൽ കൂടെ കേൾക്കുന്നതിലുപരി അന്ന് ഫൗസിയ മാം സാർക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടതാണ്. ശരിക്കും ഞാൻ അതാണ്. എത്രയോ വലിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ നെഞ്ചു വിരിച്ച് നടന്നാലും ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉള്ള ഊർജ്ജത്തെ കത്തിക്കെടുത്തുന്ന ഒരു കാര്യം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിട്ട് ഞാൻ ആ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു ധൈര്യമുണ്ട്. ആ ഒരു ധൈര്യം എനിക്ക് ശരിക്കും ഇന്ന് എന്റെ ബോഡിയിൽ എവിടേക്കുണ്ട്. ആരെന്ത് തന്നെ പറഞ്ഞാലും ഞാൻ ചെയ്യുന്നതിൽ സത്യം ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയും വിജയിക്കാൻ പറ്റും എന്നൊരു ദൗത്യം, അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിന്റെ ഒരു വശമാണ് സർ. അപ്പോൾ അത് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം, നമുക്ക് എഴുതാൻ മടിയായിരിക്കും, പക്ഷെ നിങ്ങൾ ചിന്തിക്കുക, എഴുതാൻ മടി കാണിക്കുന്ന സമയം പോലും നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കുന്ന നെഗറ്റീവ് പോർഷനാണ്. അതിനെ പറിച്ചു മാറ്റിയിട്ട് ജീവിതം എന്താണെന്ന് പഠിക്കാൻ എഴുതി പഠിക്കാം. എന്നാൽ തന്നെ നമുക്ക് ലൈഫിൽ വിജയം ഉണ്ടാവുള്ളൂ. സാറെടുത്ത് ഞാൻ എത്താൻ പോലുള്ള റീസൺ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. സോ ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം അത്രയും അടിപൊളിയായിരുന്നു എന്റെ ഓരോ കഴിഞ്ഞ 2 വർഷം, ഈ കടന്നു കൊണ്ടുപോയ ഈ 2 വർഷം അത്രയും അടിപൊളിയായിരുന്നു. അതിലും കൂടുതൽ അടിപൊളിയാക്കിയിട്ട് ചിന്തിക്കാൻ പഠിപ്പിച്ച ഒരു മനുഷ്യൻ സാറ് തന്നെയാണ്. അത് പറയാതിരിക്കാൻ, എവിടെ ചെന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, താങ്ക് യു സാർ, അത്ര പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ആ സാലിയ മാം, ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയാണോ? ഷമീമ മാം, താങ്ക് യു സോ മച്ച്. മാം എവിടെ വന്നാലും മാമിന്റെ വാക്കുകൾ ഒരുപാട് ടച്ച് ചെയ്യാറുണ്ട്. മാമിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ശരിക്കും ഫസ്റ്റിന്റെ സമയത്ത് ഷെയർ ചെയ്തപ്പോൾ മാമിന്റെ മാത്രം ഒരുപാട് വിഷമങ്ങളല്ല അവിടെ ഹീലായത്. ഇതേപോലെ മറ്റു പലരും പല രീതികളിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ അതുവരെ അവിടെ അലിഞ്ഞു പോയി. കാരണം എന്താ അറിയോ, മാമിന്റെ വിഷമങ്ങൾ കേട്ട സമയത്ത് മറ്റുള്ളവർക്ക് എന്ത് ചിന്ത വന്നറിയോ, എന്റേതൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്തയാണ് മാം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള സെഷൻസും മെഡിറ്റേഷനും പ്രോപ്പർ ഇൻസ്റ്റലേഷൻ, ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയ സമയത്ത് അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഓരോരുത്തർക്കും എന്തായിരുന്നു ഓരോരുത്തർ ആഗ്രഹിച്ചിരുന്നത് അതായിരുന്നു അവിടെ സംഭവിച്ചത്. താങ്ക് യു സോ മച്ച്. ഇതേപോലെ നമ്മൾക്ക് കമ്പാരിസൺ തോട്ട്സിനെ ശരിക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യണം. കമ്പാരിസൺ തോട്ട്സ് എല്ലാ സമയത്തും മോശമായിക്കൊള്ളുന്നില്ല. ചില കമ്പാരിസൺ തോട്ട്സ് നമ്മൾ അവരോടുള്ള ഒരു വിഷമോ ജലസോ അല്ലെങ്കിൽ അസൂയ കാണിക്കുന്നതിന് പകരം നമ്മളുടെ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റുകൾ വളർത്തിയെടുക്കാൻ ശരിക്കും ഈ കമ്പാരിസൺ തോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ
ഇപ്പം ഫുട്ബോൾ പ്ലേയേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ പുറത്തുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ആയിക്കോട്ടെ, അവർ തമ്മിൽ ചിലപ്പോൾ അവർ കമ്പാരിസൺ തോട്ട്സ് ചിലപ്പോൾ അവർ ചെയ്യുന്നുണ്ടായേക്കാം. പക്ഷെ ഇപ്പം ബാലൻഡിയോർ അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയർ അവാർഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ മത്സരിക്കാറുണ്ട്. പക്ഷെ ആ മത്സരിക്കുന്ന സമയത്ത് ആ കമ്പാരിസൺ തോട്ട്സ് അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഞാൻ കുറച്ചും കൂടെ വർക്ക് ചെയ്യണം, എൻ്റെ ടൈം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് സമയത്തിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും. ഇപ്പം ഫിറ്റ്നസ് ആയിക്കോട്ടെ, ഫുഡ് കഴിക്കുന്ന ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി ഇപ്പൊ സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ആണെങ്കിൽ അതാണല്ലോ അവരുടെ മെയിൻ ആയിട്ട്. ഇപ്പോൾ ഫിറ്റ്നസ് ട്രെയിനിങ്ങും അവരുടെ ഏത് ഗെയിമിലാണോ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ആ ഗെയിമിലുള്ള പ്രാക്ടീസും, പിന്നെ ഫുഡ് മാനേജ്മെന്റും മൈൻഡ് സെറ്റ് പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നല്ലോ. അപ്പോൾ ഞാൻ പറയാൻ കാരണം, ഏതൊരാളും കമ്പാരിസൺ തോട്ട്സ് മൈൻഡിൽ വരുന്നുണ്ടെങ്കിലും എപ്പോഴും മൈൻഡിൽ വെക്കുക, മറ്റുള്ള മനുഷ്യന്മാരില് മോശം അവർക്ക് അത് കിട്ടിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്കും ഇതേപോലെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത പോലുള്ള സമയവും എഫേർട്ടും എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കും അതേപോലുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കമ്പാരിസൺ തോട്ട്സിനെ പോസിറ്റീവ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പൊതുവെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നെഗറ്റീവ് ഇപ്പം അല്ലെങ്കിൽ കമ്പാരിസൺ തോട്ട്സ് വരുന്നപ്പോൾ നമ്മൾ പൊതുവെ ഡൗൺ ആവുകയാണ് പല ആൾക്കാർ ചെയ്യുന്നത്. അങ്ങനെ അവർക്കൊക്കെ ഇതൊക്കെ പറ്റുന്നുണ്ട്, അവർ വലിയ പൈസക്കാരാണ്, അല്ലെങ്കിൽ അവർക്ക് ഇന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്കതൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ, അല്ലെങ്കിൽ അവർക്ക് കുറെ കഴിവുകൾ ഉണ്ടല്ലോ, എനിക്കൊരു കഴിവുകളും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പൊതുവെ നമ്മളുടെ എനർജി നെഗറ്റീവ് ആക്കുകയാണ് സാധാരണ പൊതുവെ ഒട്ടുമിക്ക ആളുകളും ചെയ്യാറ്. അതിന്റെ പകരമായിട്ട് എനിക്കും അതേപോലെ ഇമ്പ്രൂവ് ചെയ്തെടുക്കണം, എനിക്കും അതേപോലെ ഇമ്പ്രൂവ് ആവണമെങ്കിൽ ഞാൻ എന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം. മറ്റുള്ളവരെ പറ്റി ചിന്തിച്ച് നിൽക്കുന്ന ആ സമയം കൂടെ എൻ്റെ ലൈഫിൽ നല്ല ഹാബിറ്റുകളും നല്ല ശീലങ്ങളും വളർത്തിയെടുത്ത് സമയത്തിന് ഏറ്റവും ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് ടൈം ആരാണോ ചെയ്യുന്നത് അവരുടെ എവിടെങ്കിലും പോയി കുറെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം സ്വയം ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളും അവരുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരെത്തിപ്പെട്ട ആരെ പറ്റിയാണോ നമ്മൾ കമ്പയർ ചെയ്തത് അവരെത്തിപ്പെട്ടതിനെക്കാട്ടിലും സ്റ്റാറ്റസിലും ഇപ്പം വെൽത്ത് ക്രിയേഷനിലും അതേപോലെ എല്ലാ രീതിയിലും ഇപ്പൊ നോളജ് വൈസ് ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് വൈസ് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും നമ്മൾക്ക് അവരെക്കാട്ടും ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. പക്ഷെ നമ്മളുടെ മേഖലയിലായിരിക്കണം അവരെ പോലെ ആവണം എന്ന് ചിന്തിക്കുമ്പോൾ. ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ പറയുകയാണെങ്കിൽ ഒരിക്കലേ പക്ഷെ ഞാൻ ഒരു കഥയൊക്കെ ആയിട്ട് പറഞ്ഞാൽ പലർക്കും അങ്ങനെ കണക്ട് ആവുന്നുണ്ടാവില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരാള് ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ കമ്പാരിസൺ തോട്ട്സ് കൊണ്ടു നടക്കുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ ഒരു വാരിയർ ആണ്, മീൻസ് ഒരു സോൾജർ ആണ്. അവർക്ക് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സോൾജർ ആണ്. അവരെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് നല്ല സർവീസുകളും കാര്യങ്ങളും ഒക്കെ കാഴ്ചവെച്ച ആളാണ്. പക്ഷെ എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോട്ട് വരും, ഞാൻ അവനെ പോലെ അത്ര ഉഷാറല്ലല്ലോ, എനിക്ക് കുറച്ചും കൂടെ ഉഷാറാവണല്ലോ, അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു കമ്പാരിസൺ തോട്ട്സ് വെച്ചുകൊണ്ട് ഞാൻ അതിൽ വലിയൊരു സെറ്റപ്പ് ആയില്ല, എന്നെക്കാട്ടും ഉഷാറുള്ള ആൾക്കാരുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ തോട്ട്സ് കൊണ്ടെടുക്കുന്ന ഒരാള് ഒരിക്കലും ഒരു സന്യാസിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ സന്യാസി, എനിക്ക് ഇങ്ങനെ കഴിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യുക, ഡെയിലി എനിക്ക് എന്ത് ശീലം വളർത്തിയെടുത്താലാണ് ആ ഒരു ചിന്ത മാറി കിട്ടുക എന്ന് പറഞ്ഞു. അപ്പൊ സന്യാസി പറഞ്ഞു, എന്താ അറിയോ, നിങ്ങള് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണം, എനിക്ക് ഇവിടെ വേറെയും കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യാനുണ്ട്, സംസാരിക്കാൻ, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനുണ്ട്, ഞാൻ വൈകിട്ട് ഇതിന്റെ ഉത്തരം പറഞ്ഞു തരാന്ന് പറയും. അപ്പോ ആ സോൾജർ ഒരുപാട് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ വരുന്ന എല്ലാ ആളുകളോടും ഓരോരുത്തരും പല പല പ്രശ്നങ്ങളും പല പല വിഷയങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ച സന്യാസിമാരെടുത്ത് അങ്ങനത്തെ പോലെ എടുത്ത് പോയി പറഞ്ഞാൽ പ്രശ്നങ്ങൾ മാറുന്നൊന്നല്ല കേട്ടോ, ഞാനൊരു കഥ പറയാണ്. ഒരു സെയിന്റ് ആണ്. അപ്പൊ അവരെടുത്ത് പോയി ഇങ്ങനെ ഓരോ ആളുകൾ പറയുന്ന പ്രശ്നങ്ങളും കേൾക്കുന്നുണ്ട്. പലരും പല ടൈപ്പ് ഓഫ് വിഷയങ്ങളാണ്. ഓരോരുത്തരുടെയും ലൈഫിൽ ചില ആളുകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും, ചില ആളുകൾക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, ചില ആളുകൾക്ക് കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, ചില ആളുകൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും.
ചില ആളുകൾക്ക് ആത്മീയപരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ. അപ്പോൾ പലർക്കും പല രീതിയിലുള്ള ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാർ എനിക്ക് തോന്നുന്നില്ല വിടാന്നല്ല എവിടെ ഉണ്ടാവില്ല. എന്തെങ്കിലും മനുഷ്യന്മാരാണെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ചെറിയ ചെറിയ വിഷയങ്ങൾ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും. പക്ഷെ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ സമാധാനം കണ്ടെത്തുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ അത് അക്സെപ്റ്റ് ചെയ്ത് ഇതില് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവിക്കുന്നുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് അതിന് എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രമേ സമാധാനവും സന്തോഷവും കിട്ടുന്നല്ല. അതിനെപ്പറ്റി പ്രശ്നത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അത് മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് എല്ലാ സമയത്തും പ്രശ്നങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക, നല്ലത് പറയാൻ ഒരു സമയം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വൈകുന്നേരം വരെ ഇപ്പൊ ഓരോരുത്തർ വന്ന് പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ സെയിന്റ് അല്ലെ സന്യാസി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും നല്ല സന്തോഷത്തോട് പുഞ്ചിരിയോട് കൂടിയിട്ട് അതിന്റെ ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് വൈകിട്ട് ഇപ്പം രാത്രി ഒരു 6 മണി 7 മണി ആ ഒരു സമയമൊക്കെ ആയപ്പം ഇങ്ങനെ സോൾജർ പോയിട്ട് ചോദിച്ചപ്പോ എല്ലാവരും പോയില്ലേ സന്യാസി സെയിന്റ്, എനിക്ക് എന്റെ പ്രശ്നത്തിനുള്ള ഒരു ഉത്തരം പറഞ്ഞുതരാന്ന് ചോദിച്ചു. അപ്പൊ സന്യാസി ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് സന്യാസി പറയൂ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ നല്ല ചന്ദ്രനുണ്ട്, മൂണ് നല്ല രീതിയിൽ കാണുന്നുണ്ട്. അപ്പോ നോക്കിയിട്ട് പറഞ്ഞ് മൂണ് നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് പറയും. ചന്ദ്രൻ നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് പറയുമ്പോ അപ്പൊ സോൾജർ ശരിയാ നല്ല ഭംഗിയുണ്ട്, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ ഒരു പ്രകാശവും കാണുന്നതും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടെന്നാണ്. അപ്പൊ ഇതേപോലെ സന്യാസി ചോദിക്കും, ഈ സൂര്യന്റെ വെളിച്ചം വരുന്ന സമയത്ത് ഇതേപോലുള്ളൊരു അന്തരീക്ഷമാണോ കാണാൻ പറ്റാറെന്ന് ചോദിക്കും. അപ്പൊ അല്ല, സൂര്യനുള്ള സമയത്ത് നല്ല നമ്മൾക്ക് ഇപ്പം കാടുകളും മരങ്ങളും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും നല്ല ഫുൾ സൺലൈറ്റിൽ നല്ല വെളിച്ചത്തിൽ ഫ്രഷ് ലൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇപ്പൊ രാത്രി വേറൊരു മോഡാണ്, രാവിലെ വേറൊരു മോഡാണ്. മീൻസ് രണ്ടും വെളിച്ചമാണെങ്കിൽ പോലും ഇപ്പം ചന്ദ്രനുള്ള വെളിച്ചം പോലും സൂര്യൻ നിന്നാണ് കിട്ടുന്നത്. പക്ഷെ എന്നാലും രണ്ടും സൂര്യനായിക്കോട്ടെ, നിങ്ങൾ ഇങ്ങനെ എന്താ ഇയാള് പഴയ ഓരോ കഥകളൊക്കെ പറഞ്ഞത്, എന്താ സംഭവം വെച്ചാല് ആ കഥയിൽ സന്യാസി പറഞ്ഞു വെച്ചാല് സൂര്യൻ ഒരിക്കലും ചന്ദ്രനെ നോക്കിയിട്ടും കമ്പയർ ചെയ്യുന്നില്ല, ചന്ദ്രൻ ഒരിക്കലും സൂര്യനെ നോക്കിയിട്ട് കമ്പയർ ചെയ്യും. രണ്ടാളുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കോട്ടെ കഴിവുകളായിക്കോട്ടെ രണ്ടാളുടെയും പേർപ്പസും ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അവരുടെ സന്യാസി പറഞ്ഞു വെച്ചാല് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതെങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായിട്ട് മാറ്റാൻ പറ്റും ചിന്തിക്കും. മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നോ അല്ലെങ്കിൽ അവരെ പോലെ ആയി തീരണം എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വയത്തിലേക്ക് ഒന്ന് സെൽഫ് അനലൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ആ സന്യാസി പറയുന്നത്. അപ്പൊ ഇതേപോലെ തന്നെ ഇപ്പം പല ആളുകൾക്കും സ്വയത്തെ പറ്റി നല്ലൊരു ഐഡിയ ഇല്ലാത്ത മനുഷ്യന്മാർക്കാണ് മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് എനിക്കിപ്പോ എന്തൊക്കെ കഴിവുകൾ ഉണ്ട് എന്ന് എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഏതൊരു ലെവലിൽ വരെ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ ഏത് ലെവലിൽ വരെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് പ്രോപ്പർ ആയിട്ടുള്ള സെൽഫ് അനലൈസേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്ത് അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. സെൽഫിന് കിട്ടിയിട്ടുള്ള കഴിവുകൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ എന്തൊക്കെ ഹാബിറ്റുകളാണ്, എന്തൊക്കെ ശീലങ്ങളാണ്, എവിടൊക്കെ പോയിട്ടാണ് പഠിക്കാൻ പറ്റുക എന്നുള്ള ചിന്തയിലാണ് ആൾക്കാർ ഉണ്ടാവുക. അങ്ങനത്തെ ആളുകൾ. അപ്പൊ അധികം ആളുകൾക്കും ലൈഫിൽ കമ്പാരിസൺ തോട്ട്സ് വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വൺ ഓഫ് ദ റീസൺ ആണ് സ്വയത്തെ പറ്റി അറിയാത്തൊരവസ്ഥ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഒരു കാരണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് ഈ ഒരു കമ്പാരിസൺ തോട്ട്സ് വരാനുള്ള ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. സ്വയത്തെ പറ്റി അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഓരോരുത്തരുടെയും യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസ് എന്തൊക്കെയാണ്, എൻ്റെ ഇന്റലിജൻസസ് എന്തൊക്കെയാണ്, എൻ്റെ പേഴ്സണാലിറ്റിയിൽ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ ഞാൻ പെരുമാറുന്നത്. പല സമയത്തും എനിക്ക് മറ്റുള്ളവര് ചില ആൾക്കാർ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, പല ആൾക്കാർ ദേഷ്യം പിടിക്കാതെ നല്ല രീതിയിൽ കൺട്രോൾഡ് ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർ, സമാധാനത്തിൽ ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാർ, എനിക്ക് അവരെ പോലെ ആകാൻ പറ്റുന്നില്ല. പക്ഷെ പലരും ഓരോരുത്തരും പല പല ഡിഫറെന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളായിരിക്കും, കഴിവുകളായിരിക്കും, അഭിരുചികളായിരിക്കും, ഓരോരുത്തരുടെയും പാഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, ഇങ്ങനെ കമ്പാരിസൺ തോട്ട്സ് കുറച്ചെടുക്കണം അല്ലെങ്കിൽ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ ഇയാളെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകുക, നമ്മളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, യുണീക്നെസ് ഓൺലൈൻ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട്. അടുത്ത ബാച്ച് 10 ജനുവരി 10 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതെന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല്
ഒരു 1 മന്ത് പ്രോഗ്രാം ആണ് ഉണ്ടാവുക. 7 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സും 23 ദിവസത്തെ ഓൺലൈൻ പ്രാക്ടിക്കൽ ടൂൾസും കൂടെ. അതെന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള കഴിവുകളും പേഴ്സണാലിറ്റിയും ഓരോരുത്തരുടെയും യുണീക്ക് ആയിട്ടുള്ള എബിലിറ്റീസ് കണ്ടെത്തിക്കൊണ്ട്, അതേപോലെ നമ്മളുടെ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി തുടങ്ങി എല്ലാ മേഖലയിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് എന്ത് ചെയ്യുക, നമ്മള് ഇവിടെ താഴെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. മിസ്ന, ജനുവരി 10 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഹലോ പറഞ്ഞോളൂ. അത് ഒന്ന് നമ്പർ ഒന്ന് താഴെ മെൻഷൻ ചെയ്തോളൂ കേട്ടോ. ഗ്രൂപ്പിൽ കൊടുത്താ ഇവിടെ കൊടുക്കുക? ഇവിടെയും കൊടുത്തോളൂ, ഗ്രൂപ്പിൽ കൊടുക്കാം. ഓക്കെ ഓക്കെ. അപ്പം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവരിലേക്ക് നോക്കാൻ പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് ഇപ്പോൾ എൻ്റെ ഒരു ചെറുപ്പത്തിലെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. കസിന് പഠിച്ചതൊക്കെ, കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പൻ്റെ ഏട്ടൻ്റെ മകൻ, ഉപ്പാപ്പൻ്റെ മകൻ. ആള് പഠിച്ചതൊക്കെ തായിഫിലാണ്, സൗദിയിലായിരുന്നു പഠിച്ചതൊക്കെ. അപ്പോൾ ആൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കും, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കും, അറബി സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പൊ ഞാൻ അന്നിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എനിക്ക് ഇതേപോലെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. പക്ഷെ എന്താ സംഭവിച്ചറിയോ, ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ മേഖല അങ്ങനെ ഒരു ലാംഗ്വേജ് എന്നുള്ളതിൽ ഉപരി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു കഴിവ് മാനേജ്മെന്റ് എബിലിറ്റി ആയിരുന്നു. മാനേജ്മെന്റ് മീൻസ് ഇപ്പോൾ ഒരു ഇവന്റ് മാനേജ്മെന്റ്. ഇപ്പം ഇത് ക്ലാസ് എടുക്കുന്ന എൻ്റെ ഒരു പാർട്ടാണെങ്കിൽ പോലും എൻ്റെ ഭാഷാ കാര്യങ്ങളൊന്നും വലിയ ഭയങ്കര ഫ്ലുവന്റ് കാര്യങ്ങളൊന്നല്ല. ഞാൻ സംസാരിക്കുന്ന എൻ്റെതായിട്ടുള്ള കൊടുവള്ളി ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ആളുകൾ ആ ഭാഷയിലേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം പറയുന്ന കണ്ടന്റിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾക്ക് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അല്ലാത്തവർ ആ കുറ്റവും നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ എന്തായിരുന്നു അറിയോ, ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു. മറ്റുള്ള ഒരുപാട് ആളുകളെ കമ്പൈൻ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിച്ച് നല്ല എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കാൻ. അപ്പൊ അത് ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കസിൻ ചെയ്യുന്നതിനെക്കാട്ടും നന്നായിട്ട് വേറൊരു മേഖലയിൽ എനിക്ക് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സയൻസിൽ എനിക്ക് മാർക്ക് കുറവായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ കൊമേഴ്സിലെത്തിയപ്പോൾ മാർക്ക് കൂടി എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മളുടേതായിട്ടുള്ള മേഖലയിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പാരിസൺ തോട്ട്സ്, പ്രശ്നങ്ങൾ, കാര്യങ്ങളൊന്നും വരൂല. അത് അതിൻ്റെ ഒരു മിസ്ന. ഹലോ ഞാൻ കൊടുത്തിട്ട് ഞാൻ നമ്പർ നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ, ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫീസ് ചോദിക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഇത് 1 മന്ത് ഇപ്പം നിങ്ങൾ ഓൺലൈൻ കോഴ്സ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ 3000 ആണ് ഫീസ് വരുന്നത്. അഥവാ ഇപ്പം നിങ്ങൾ ഇതിലൊരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് വരുന്നുണ്ട്. ഇപ്പം പ്രോപ്പറായിട്ട് ഓരോരുത്തരെ പറ്റി കറക്റ്റ് 50 പേജുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളുടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ 6000 ആണ് ഫീസ് വരുന്നത്. നിങ്ങൾക്ക് അല്ലാതെ ഇപ്പം കൗൺസിലിംഗ് ത്രൂ ഉള്ള ഇമ്പ്രൂവ്മെന്റ് കാര്യങ്ങൾ, അതേപോലെ ക്ലാസ്സുകളും അതേപോലെ ഡെയിലി ഹാബിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ത്രൂ ഉള്ള ഇമ്പ്രൂവ്മെന്റ് മാത്രമാണ് ആവശ്യമെങ്കിൽ 3000 ആണ് ഫീസ് വരുന്നത് കേട്ടോ. 2 ടൈപ്പാണ് കോഴ്സ് ഉള്ളത്. ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കേട്ടോ. 10 നെക്സ്റ്റ്. കുറച്ച് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ യൂണിക്നെസ് ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലിംഗ് കാര്യങ്ങൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ വേറെ ആർക്കെങ്കിലും ഇന്നിപ്പോ നമ്മൾ സംസാരിച്ച ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡപ്പ് ചെയ്യാനോ എന്തെങ്കിലും സജഷൻസോ എന്ത് വേണമെങ്കിലും ഒന്ന് റിവ്യൂ പറയാൻ പറ്റുമോ? ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് കണക്ട് ആയിനോ അല്ലെങ്കിൽ കണക്ട് ആയില്ലാന്നോ എന്തുണ്ടെങ്കിലും പറയാം. സർ മനസ്സിലായില്ല, ഒന്നും കൂടെ പറയോ? അല്ല മാം, ഈ ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും റിവ്യൂസോ അല്ലെങ്കിൽ ഫീഡ്ബാക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരുന്നു. സർ ഒരു എക്സ്പീരിയൻസ് അല്ല, ഒരു അനുഭവം ഷെയർ ചെയ്യാണ്. ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ കണ്ട് മറ്റുള്ളവർ ഇതിലേക്ക് നോക്കി അവരുടെ കാര്യങ്ങൾ നമ്മൾ ഇന്നും നമ്മുടെ മൈൻഡിൽ കൊണ്ട് നടന്ന് എനിക്ക് പറ്റണില്ല, ഞാൻ എങ്ങനെ ചെയ്താൽ അതുപോലെ ആവാം, ഞാൻ അവളെ പോലെ ചെയ്താൽ മതിയോ, അവനെ പോലെ ചെയ്താൽ മതിയോ, എന്തുകൊണ്ടാണ് എനിക്ക് ഹാപ്പിനെസ് ഇല്ലാത്തത് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പോയൊരു കാലം ഉണ്ടായിരുന്നു ഒരു 2 ഇയർ മുന്നേ വരെ. എല്ലാവരെ കാണുമ്പോഴും ഈ പറഞ്ഞ കമ്പയറിങ്ങാ. വീട്ടിലും
വേഗം മാരേജ് കഴിഞ്ഞു. അതിനുശേഷം ഒരു പാരന്റിങ് എന്ന സ്റ്റെപ്പായി. എനിക്ക് വേറെ 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 സ്റ്റെപ്പുകൾ പഠിച്ചാൽ വേഗം തന്നു. അൽഹംദുലില്ലാ, എന്തായാലും സന്തോഷം. പക്ഷെ അതിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയ ഒരു സമയം ഇനി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, എനിക്ക് ശരിക്കും എന്തിനാണ് മാരേജ്? എനിക്ക് ശരിക്കും എന്തിനാ പിന്നെ ഈ പഠിക്കാൻ പറ്റൂലല്ലോ. ഞാൻ ശരിക്കും വീട്ടിൽ ഇരുന്ന് പോയല്ലോ. എന്റെ കൂടെയുള്ളവരൊക്കെ പഠിക്കുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് മേടിക്കുന്നു, സ്റ്റാറ്റസ് വെക്കുന്നു, മറ്റുള്ളവരെ വിളിച്ചു പറയുന്നു. ഞാൻ ഇനി എങ്ങനെ അങ്ങോട്ടേക്ക് എത്താ? എന്നാ എനിക്ക് നഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ തിരിച്ചു പിടിക്കുക? ഇങ്ങനെ പല രീതിയിൽ എനിക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ എനിക്ക് ഇങ്ങനെ ഓരോ റൂട്ടിലൂടെ ഞാൻ പാസ് ചെയ്തിരുന്നു. പക്ഷെ ഇതിനോടൊക്കെ എനിക്ക് ഫുള്ളി സ്റ്റോപ്പ്. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് മിയാസില ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ഇസ്മായിൽ അയ്യനാരി എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഞാൻ ഇത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. കമ്പയറിംഗ് വേണ്ട, കമ്പയറിംഗ് സിസ്റ്റം വേണ്ട. പിന്നെ വീട്ടിലാകെ എനിക്ക് ഉണ്ടായിരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത്, എന്റെ വീട്ടില് ഫാമിലിയിലുള്ള എല്ലാവരുടെ അത്രയും നിറവും ഹൈറ്റും ഒന്നും ഞാനില്ല. അപ്പോ മാരേജ് അതുകൊണ്ടാണ് വേഗം നടത്തി. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ബഹളമായിരുന്നു. പക്ഷെ സർ, ഞാൻ ചിന്തിക്കും, എന്റെ മാരേജ് കഴിഞ്ഞു. ഒരു മോൾക്ക് 1.5 വയസ്സുള്ള സമയത്ത്, കറക്റ്റ് 3 വർഷം ആവുന്നതിന് മുന്നേ ഫാമിലിയിൽ ചെറിയ ഇഷ്യൂ വന്നു. ഹസ്ബൻഡ് എന്നെ എന്റെ വീട്ടിലേക്ക് ആക്കിയിട്ട് നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു. ഞാനും മോള് എന്റെ വീട്ടിൽ സേഫ് ആയി. ശേഷം ഹസ്ബൻഡ് എന്റെ എനിക്ക് വല്ലാണ്ട് മൈൻഡ് ഇഷ്യൂ ടെൻഷനൊക്കെ വന്നപ്പോൾ ആൾ ഗൾഫിലായി പറഞ്ഞു, നീ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇറങ്ങ്. എന്നിട്ട് നീ പഠിച്ചിട്ട് വീട്ടിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാൻ പഠിക്കും. നീ മെഹന്തി ആർട്ടൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ പഠിക്കുന്ന ആളല്ലേ, നീ അത് ചെയ്യാൻ നോക്കുന്നു പറഞ്ഞു. എന്റെ സ്കില്ലിനെ പുള്ളിക്കാരനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടാക്കുന്നത്. പക്ഷെ സർ, എന്താ പറയാ, ഈ അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത് കിടക്കില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പിടിച്ചില്ല. ഞാൻ 10-25,000 രൂപയൊക്കെ കിട്ടിയിട്ട് പുള്ളിക്കാരനോട് നൈസായിട്ട് ചാറ്റ് ചെയ്യും പറഞ്ഞ് നേരെ സൈക്കോളജി ഫീൽഡ് ചൂസ് ചെയ്തു. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ എന്താ പറയാ, ഞാൻ എന്താ പറയാ, ഫാഷൻ ഡിസൈനിങ്ങും ഈ ഒരു സൈക്കോളജി ഫീൽഡും തമ്മിൽ ഒരു രീതിയിലും കണക്ഷൻ ഇല്ല. ഒരു രീതിയിലും കണക്ഷൻ ഇല്ല. ഇന്ന് ഞാൻ സൈക്കോളജി ഫീൽഡ് 2, 3, 4 സ്റ്റെപ്പ് ഒക്കെ കവർ ചെയ്ത് വരുമ്പോ, ഇപ്പൊ സാറോട് നേരത്തെ പറഞ്ഞ എന്നെ ഒഴിവാക്കിയ എന്റെ ഫ്രണ്ട്സ് പോലും എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഷമീമ, എല്ലാം ഞങ്ങൾക്കുണ്ട്, എല്ലാ സുഖങ്ങളും ഉണ്ട്, നീ ഇപ്പൊ അടുത്ത ഗ്രൂപ്പിലേക്ക് വരുന്നത്, പക്ഷെ മനസ്സുകൊണ്ട് ഒരു സമാധാനം ഇല്ല, ഞങ്ങൾക്ക് അതിനുള്ള മെഡിസിൻ നീ ഒന്ന് പറഞ്ഞു തരുമെന്ന്. ശരിക്കും സാർ, ഞാൻ ഇത്ര ഭാഗ്യവതിയ സാർ നോക്ക്. ഞാൻ ഒരുപാട് ഒറ്റപ്പെട്ടിട്ടാണ് ഞാൻ നിന്നെ ഇത്രയും പേര് കഴിഞ്ഞ 8 വർഷം. അവരുടെ അടുത്ത് നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും മാരേജ് ആണെങ്കിലും ആഫ്റ്റർ എന്റെ മറ്റുള്ള എന്ത് ഹാപ്പിനെസ് ആണെങ്കിലൊക്കെ ഈ ഒരു ആഫ്റ്റർ ബിഫോർ വെച്ച് അതിന്റെ സെന്ററിൽ എന്റെ ഫേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വെറും വിഡ്ഢിയായിരുന്നു. കാരണം കമ്പാരിസൺ എന്ന് പറയുന്നത് ലൈഫിലുണ്ടോ ഒരു രീതിയിലും നമ്മൾ വളരൂല. നമുക്ക് ഇന്ന് മൈൻഡ് പോക്ക് അങ്ങോട്ടാണ്. സർ നേരത്തെ പറഞ്ഞ സൂര്യനും ചന്ദ്രനും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. അതൊക്കെ ദൈവത്തിന് അല്ലെങ്കിൽ പടച്ചവന്റെ ഡ്യൂട്ടി അല്ലേ എന്ന് എല്ലാവരും പറയുള്ളൂ. നമ്മുടേതാണെന്ന്, നമുക്ക് വേണ്ടതാണെന്ന്, നമുക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ആരും ചിന്തിക്കില്ല. അപ്പൊ ഈ കമ്പയറിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികളോടാണെങ്കിൽ, നേരത്തെ ആരോ ഒരാൾ പറഞ്ഞു കുട്ടികളെ മാർക്കിനെ കുറിച്ച്. ദയവ് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് നമ്മളെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളിൽ ന്യൂസും കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. മക്കളെ ആണെങ്കിലും ഹസ്ബൻഡിനെ ആണെങ്കിലും നമ്മുടെ പാരന്റ്സിനോടാണെങ്കിലും കമ്പയറിംഗ് എന്ന് പറയുന്നത് നിർത്തിവെക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ തെറ്റ് കണ്ടുപിടിക്കുക, അവരുടെ നെഗറ്റീവിനെ ചൂണ്ടിയിട്ട് നീ അത് ചെയ്തില്ലേ ചോദിക്കുക. ശരിക്കും ആ ചൂണ്ടുന്ന കൈ നമ്മൾ നമ്മുടെ മുഖത്തേക്ക് ചൂണ്ടിയിട്ട് ഒരു മിററിൽ പോയി നിന്ന് ചോദിക്കുക, നമ്മുടെ ക്വാളിറ്റി എന്താ? അതിനെ കണ്ടുപിടിച്ച് പുറത്തിറങ്ങിക്കൂടെ? നമ്മൾ ശരിക്കും ആരാ? ഒരാളറിയാത്ത നമുക്ക് ആരെങ്കിലൊക്കെ ആയിക്കൂടെ? ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു മാർഗ്ഗം അതാണ്. ഞാൻ പറഞ്ഞ ഈ 2 വർഷം കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടം കിട്ടിയിട്ടുണ്ട് സർ. കല്യാണം കഴിഞ്ഞ് വെറും മരുമകളായി വീട്ടിലിരുന്ന ഒരു മോളുടെ ഉമ്മയായിരുന്നു എനിക്ക്. അൽഹംദുലില്ലാ, അത് വലിയ കഴിവാട്ടോ. ആർക്കും അതില്ലാത്തവർ ഒരുപാട് പേരുണ്ട്. ആ പാരന്റ് മാത്രമായിരുന്നു ഞാൻ ഇന്ന് പാരന്റ് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് മാറിയിട്ട് മോളെ സേഫ് ആക്കി സ്കൂളിൽ വിട്ട് പഠിക്കാൻ പോകുന്നു, പഠനം കഴിഞ്ഞ് വരുന്നു. ഒന്നും അറിയാത്ത, ഒരു വണ്ടി പോലും മേടിച്ചു തരാൻ ഒരു എന്താ പറയാ, ഫിനാൻഷ്യലി സ്ട്രോങ് അല്ലായിരുന്നു വാപ്പച്ചി കുറച്ച് മുന്നേ വരെ. ആ വാപ്പച്ചിയുടെ മോൾ ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് മേടിച്ചു, ഡ്രൈവിംഗ് ചെയ്യുന്നു, കോളേജ് ലോങ്ങിലേക്ക് യാത്ര പോകുന്നു, വണ്ടി മേടിച്ച്. എന്താ പറയാ, എന്റെ ലൈഫിൽ സർ എല്ലാം മിറാക്കിൾസാ. നമുക്ക് മേടിച്ചു തരാൻ ഒരു വ്യക്തി ഉണ്ട്. പക്ഷെ ഞാൻ സാറോട് ചോദിച്ചോട്ടെ, ഹസ്ബൻഡ് ആണെങ്കിലും വാപ്പയാണെങ്കിലും ഒക്കെ ഒരു വണ്ടി മേടിച്ചെന്ന് ലൈസൻസ് എടുത്ത് തരുന്നുണ്ടെങ്കിൽ അത് പഠിച്ചവനായിട്ട് ഒരു വഴി തരില്ലേ? അപ്പൊ നമ്മൾ നമ്മളതിലേക്ക് മാത്രം നോക്കിയാൽ പോരെ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ എന്റെ ലൈഫിൽ. എന്തിനാ വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്? സങ്കടങ്ങൾ വരുമ്പോ, അതും കൂടെ ഞാൻ പറയണം, ആഡ് ചെയ്യണേ. സാറിന് സമയം പോകണ്ടെന്ന് അറിയില്ല. സങ്കടങ്ങൾ വരുമ്പോൾ ഒരുപാട് പുസ്തകം ഇരുന്ന് വായിക്കും. സങ്കടം വരുന്ന സമയത്ത് അതിനെ കവർ ചെയ്യാൻ ചിലപ്പോൾ ഖുർആൻ ഇരുന്ന് വായിക്കും, അതല്ലെങ്കിൽ പുസ്തകങ്ങൾ ഇരുന്ന് വായിക്കും, കുറെ വരക്കും, കുറെ എഴുതും. നെഗറ്റീവ് ആണെങ്കിൽ, നെഗറ്റീവ് മാത്രം മൈൻഡിൽ വരികയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ബന്ധം. അതിൽ 3 പ്രാവശ്യത്തിൽ കൂടുതലാണെങ്കിൽ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ചാനൽ പോലെ ആവുന്ന ആ ഒരു മൈൻഡിന് ബ്ലോക്ക് വന്നാൽ ഞാൻ വേഗം എന്റെ മൈൻഡിൽ എന്താണോ നെഗറ്റീവ് വരുന്നത് ഓടിച്ചെല്ലും, ആ നെഗറ്റീവ് കംപ്ലീറ്റ് അതിൽ എഴുതിയിരിക്കും. അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും. എന്നിട്ട് ഞാൻ എന്റെ മുന്നിൽ നിന്നിട്ട് ഞാനെന്നെ അത് പേപ്പർ കൈ പിടിച്ചിട്ട് കത്തിച്ചങ്ങ് കളയും. എനിക്ക് ഭയങ്കര സുഖ. എന്തോ ഒരാളോട് വല്ലാണ്ട് പോരാടി ജയിച്ച പോലെയാ. സത്യം സാർ, ഞാൻ മറ്റുള്ളവർ ഇത് കേൾക്കുമ്പല്ലേ എന്നെ പുച്ഛിക്കാറുണ്ട്, എന്നെ കളിയാക്കി ചിരിക്കാറുണ്ട്. പക്ഷെ എന്റെ വിജയത്തില് ഇന്ന് എന്റെ ഉമ്മച്ചിക്ക് ഭയങ്കര ബോധ്യമാണ്. ഉമ്മച്ചി എപ്പോഴും സിസ്റ്ററോട് പറയാറുണ്ട്, ഇവള് കടന്നുപോയ വഴി ചെറുതൊന്നും അല്ലായിരുന്നു, ഇവൾക്ക് സ്കൂൾ ബസ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല, നടന്നു പോയിട്ട് വലുതായി കുട്ടിയാ.
എനിക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പക്ഷെ അവൾ എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ നല്ലതാണ് തോന്നി ഈ ചെയ്യണം, ചെയ്യാണ്ടിരിക്കരുത്. സോ ഇന്ന് ഞാൻ 6 ഗ്രൂപ്പുകൾ മാനേജ് ചെയ്യുന്നുണ്ട്. 7ാമത്തെ ഒരു ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അവർക്കും ഞാൻ കൂടുതൽ ഒരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ. അതുപോലെ തന്നെ സർ പറയുന്ന നമ്മുടെ ചിന്തകൾ, നമ്മുടെ കൊഗ്നീഷൻ, നമ്മുടെ കൊടുക്കുന്ന ചിന്തകള്, നമ്മുടെ പോസിറ്റിവിറ്റി. ഇപ്പൊ സർ ഇന്നത്തെ സബ്ജക്ട് ആർക്കെങ്കിലും ഒക്കെ കണക്റ്റഡ് ആയോ എന്ന് ചോദിച്ചാൽ എന്റെ ലൈഫിൽ എല്ലാത്തിനോടും കണക്റ്റഡ് ആണ് ഇന്നത്തെ ഒരു സബ്ജക്ട്. ഇന്നത്തേതും പിന്നെ നമ്മുടെ അന്ന് എടുത്ത ക്ലാസ്, നമ്മളിപ്പോ പറഞ്ഞ കുറച്ച് എല്ലാവരോടും എഴുതാൻ പറഞ്ഞ ഈ ഒരു സംഭവം ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ, ഇത് രണ്ടും എനിക്ക് കണക്റ്റഡ് ആണ്. പിന്നെ നേരത്തെ ഒരാൾ ചോദിച്ചു നിങ്ങളുടെ ഫ്യൂച്ചർ, അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന്, ഫ്യൂച്ചറിനെ എങ്ങനെ ഗ്രോത്ത് ചെയ്യാൻ നോക്കുന്നതെന്ന്. അപ്പൊ അതിനുള്ള ആൻസർ പറയുകയാണെങ്കിൽ ഒരു മിററിന്റെ മുന്നിൽ പോയി നിൽക്കുക, സംസാരിക്കുക, നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടീവ് ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലെ ഡിമോട്ടീവിനെ നിങ്ങൾ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക. അതിന് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആണ്. ബ്രീത്ത് എടുക്കും, ഹോൾഡ് ചെയ്യും, എന്റെ നെഗറ്റീവിനെ ഫുള്ളി ഞാൻ എന്റെ ഹൃദയത്തെ ഞാൻ എന്റെ കൈകൾ കൊണ്ട് കഴുകുന്ന പോലെ ഞാൻ കൊണ്ടുവരാറുണ്ട്. കംപ്ലീറ്റ്ലി ഞാൻ റിമൂവ് ചെയ്യും, വെള്ളം കൊണ്ട് കഴുകുന്ന പോലെ ഞാൻ അത് മൈൻഡിലേക്ക് കൊണ്ടുവരും. അതുപോലെ ഒരു 3-4 പ്രാവശ്യം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടോ ശീലമായി പോയി. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഹെഡേക്ക് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ 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 എനിക്കിന്ന് മെഡിറ്റേഷൻ ആണ് എന്റെ ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ട്. സാർ എപ്പോഴും നമ്മളോട് പറയുന്ന പോലെ തന്നെ മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, ഇതൊക്കെയാണ് എന്റെ വളർച്ചയ്ക്കുള്ള റീസൺ. സോ അന്ന് ഫാമിലിയിലാണെങ്കിലും ഫ്രണ്ട്സിലാണെങ്കിലും ഒന്നും അല്ലാതിരുന്നിരുന്ന ഷമീമ, എന്റെ ഫാമിലി എല്ലാവരും ടീച്ചേഴ്സും ഡോക്ടേഴ്സും ഒക്കെയാണ്. ഇന്ന് അവരുടെ ഇടയിൽ അവർ പറയാറുണ്ട് എത്ര വലിയ ഡോക്ടർ ആണെങ്കിലും മനസ്സിന് സമാധാനം കൊടുക്കാനുള്ള ശക്തി വേണമെന്ന്. അതെനിക്ക് ഉണ്ടെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏത് സിറ്റുവേഷനും ഞാൻ പറയാറ് ഇതെന്റെ എന്തോ നല്ലതിനാണ്. സോ ഇതിൽ കൂടുതൽ സാർ എന്ത് വേണം കണക്റ്റഡ് ആയിട്ട് വരാൻ? എനിക്ക് ലൈഫിൽ ഒരുപാട് സാറിന്റെ ഓരോ ക്ലാസ്സിലും ഞാൻ ചാടിക്കയറി. ഇഷാ നിസ്കരിച്ചില്ല, സത്യം പറയാലോ. ഹസ്ബൻഡ് ചോദിച്ചു നിസ്കരിക്കുന്നു, ഞാൻ പറഞ്ഞു സാർ വേഗം കയറട്ടെ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് മോളിൽ ഇവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്ന സമയത്താണ് ഞാൻ സാറെ ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ പുറത്തു വന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പോലും ചോദിച്ചിട്ടില്ല, വേഗം ഓടി. കാരണം പുള്ളിക്കാരൻ അറിയാം ഈ ഒരു ക്ലാസ് ഞാൻ തീരെ സ്കിപ്പ് ചെയ്യില്ല എന്നുള്ളത്. സോ അത്രയും നന്ദിയുണ്ട്. സാറുമാർ ഒരുപാട് നമ്മുടെ മുന്നിൽ വരും, ഒരുപാട് വാക്കുകൾ തരും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. അനുസരിക്കുന്നതും അനുസരിക്കാതിരിക്കുന്നതും നമ്മുടെ കഴിവാണ്. പക്ഷെ സർ പറയുന്നതില് സർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഞങ്ങൾ എത്ര സ്റ്റുഡൻസിന് അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇന്നിരിക്കുന്നവർക്ക് എത്ര പേർക്ക് അത് എന്താ സ്വന്തമായിട്ട് തോന്നിയെന്ന് എനിക്കറിയില്ല. സർ പറയുന്ന ഓരോ കാര്യവും കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു കാർട്ടൂണായിട്ട് വരികയാണ്. കാരണം ഞാൻ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ കാര്യങ്ങളും. സാർ പറയുന്നത് കറക്റ്റ് സത്യമാണെന്നുള്ളത്. പല കാര്യങ്ങളും എനിക്ക് ഇപ്പൊ സാറാ സൂര്യന്റെ കാര്യം, ചന്ദ്രന്റെ കാര്യം, ഇതൊക്കെ ഞാനൊരു എന്താ പറയാ നോവല് പോലെ എഴുതിയ കാര്യങ്ങളാണ്. പടച്ചവൻ ഭൂമിയിൽ തന്ന മാലാകമാരാണ് നമ്മൾ. അവർക്ക് എന്തെല്ലാം പടച്ചവൻ കൊടുത്തിട്ടുണ്ടെന്നില്ല, നിലാവും വെളിച്ചവും ഇരുട്ടും പകലൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ സർ പറയുന്ന ഓരോ കാര്യങ്ങളും ഒരു സ്റ്റോറി പോലെ എന്റെ കണ്ണിൽ ഇങ്ങനെ വന്നു പോകും. ഇന്ന് നൈറ്റ് ഞാൻ കിടക്കുമ്പോൾ ചിന്തിക്കല് സാർ പറഞ്ഞ ഓരോ തോട്ടായിരിക്കും. അപ്പൊ നൈറ്റിൽ എന്റെ ഹാപ്പിനെസ് എന്താണോ അതാണ് മോർണിംഗിൽ ഞാൻ എണീക്കുമ്പോൾ എന്റെ ബോഡി എനിക്ക് തരാം. ശരിക്കും സാർ എന്താ പറയാ, സാറെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് തലേ ദിവസത്തെ ക്ലാസ്സിൽ പിറ്റേന്ന് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിന് ചാടി കയറിയത്. അവിടെ വന്നപ്പോ എനിക്ക് കിട്ടിയതെന്നൊന്നും സാർക്ക് അറിയാം. ശരിക്കും ആ ഫീസ് ഒന്നും സാർക്ക് മുതലാവില്ല ഞങ്ങൾ തന്നത്, ഒരിക്കലും മുതലാവില്ല. അതിന്റെ ഡബിൾക്ക് ഞങ്ങൾ തന്നാൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും വലിയ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇങ്ങോട്ട് കിട്ടിയത്. എനിക്കതാ കിട്ടിയത് കേട്ടോ. ഞാൻ ഇവിടെ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് വീട്ടില്. എന്റെ ഉപ്പയും മിക്കത് അവിടെ എന്റെ അടുത്തുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു ഇതുവരെ കേൾക്കാത്ത, ഞാൻ പങ്കെടുക്കാത്ത ക്ലാസ്സുകൾ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അനസറും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സാറും. ഞാൻ അവരുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു കുട്ടി, പ്രൈമറി കുട്ടിയായിട്ട് കരഞ്ഞിട്ട് അമ്മ വരുന്നത്. എന്റെ ഉള്ളിൽ ഒന്നും ഇല്ലാന്ന്, എല്ലാ ഐക്കിനെ ഒഴിവാക്കാൻ പറ്റിയ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ കമ്പയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ഇൻജെക്ട് ചെയ്തിട്ടുണ്ടോ വേഗം അത് എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങോട്ട് തന്നെ ഒഴിവാക്കാൻ നോക്കുക. കാരണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം മറന്നിട്ട് ആരും ഉണ്ടാവില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് കരുതിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. ഓക്കെ, ഇത്രയും പറയാനുള്ളൂ സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇത് സത്യം പറഞ്ഞാലേ മാം സംസാരിച്ചു തുടങ്ങിയാല് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ, മാം ഇപ്പൊ ഒരു സ്വന്തമായിട്ടൊരു ഇങ്ങനെ ഒരു വെബിനാർ വെച്ചാൽ വരാൻ കുറെ ആൾക്കാർ ഇവിടുന്ന് തന്നെ ഉണ്ടാവും. ഇവിടെ വരുന്നവർ എന്തായാലും മാമിന്റെ ക്ലാസ്സിലും വരും. നല്ല രസമാണ് കേട്ടിരിക്കാനും, നല്ല എന്റർടൈനിങ് ക്ലാസ് ആണ്. താങ്ക് യു. നല്ല അത് പറയുമ്പോൾ ഭയങ്കര എനർജി, ദാറ്റ് മീൻസ് നല്ല എനർജി കൊടുത്തിട്ടാണ് സംസാരിക്കുന്നത്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട്. You are a good coach, you are a good counselor, you are a good psychologist. Thank you so much, ma'am. വേറെ ആരാണ്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡപ്പ് ചെയ്യാനോ റിവ്യൂസ് പറയാനോ? റുമൈസ മാം നേരത്തെ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞിരുന്നു, ഇപ്പം ഫ്രീ ആണെങ്കിൽ പറഞ്ഞോളൂ. സർ, ഇത് നല്ലോണം കമ്പയർ ചെയ്യാൻ പറ്റി ഇന്നത്തെ ക്ലാസ്. കാരണം എൻ്റെ ലൈഫ് ആഫ്റ്റർ മാരേജ് ഞാൻ നല്ലോണം കമ്പയർ ചെയ്തിന്ന് മറ്റുള്ളവരുടെയായിട്ട്. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ല.
എല്ലാത്തിനും പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ജോബൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം പാരന്റ്സിന്റെ കയ്യിലാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മക്കായിട്ട് ഒന്നും നമ്മളെ ബേസിക് നീഡ്സിന് പോലും ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. പക്ഷെ ഞാൻ എപ്പോഴും നമുക്ക് ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും ഒന്നും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനോ ഒന്നിനും പറ്റൂല. അപ്പൊ ഞാൻ എപ്പോഴും മറ്റുള്ളവരെ സ്റ്റാറ്റസ് കാണുമ്പോഴും സ്റ്റോറി കാണുമ്പോഴും ഒക്കെ എന്റെ ഹസ്ബൻഡിന് കാണിച്ചു കൊടുക്കും. അവരിങ്ങനെയാണ്, ഇപ്പൊ ഒരു ടൂറിന്റെ സീസൺ അല്ലല്ലോ, അപ്പൊ എല്ലാരും ടൂർ പോകുന്നുണ്ട്. അപ്പൊ അതും കാണിച്ചു കൊടുക്കും. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ആയിട്ട് ടൂറൊന്നും പോയിട്ടില്ല. അപ്പൊ ഞാൻ നന്നായി എല്ലാത്തിനും എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യലുണ്ട്. പക്ഷെ ഇനി മാറ്റാൻ ശ്രമിക്കാം ഇൻഷാ അള്ളാ. മാം, അത് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നേരത്തെ ആരോ ഒന്ന് ചോദിച്ചിരുന്നു, റുമൈസ മാം എന്നായിരുന്നു ചോദിച്ചത്, ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി ചോദിച്ചല്ലോ. അപ്പം ഇപ്പം കറന്റ്ലി മാമിന് ഹസ്ബൻഡിനെ പറ്റി ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മാം എന്താണോ മാമിന്റെ ഹസ്ബൻഡിനെ പറ്റി ചിന്തിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അഫർമേഷൻ ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാമിന് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു അഫർമേഷൻ ആണ്. ഡെയിലി ടു മൈ റിലേഷൻഷിപ്പ് കോൺഷ്യസ്നെസ്, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു, ഐ പ്രോമിസ് ടു ലീഡ് എ പീസ്ഫുൾ ഫാമിലി. മീൻസ് മാമിന്റെ ലൈഫ്, മാം ഇപ്പം ഹസ്ബൻഡിനെ പറ്റിയുള്ള മാമിന്റെ തോട്ട് തന്നെ ശരിക്കും അങ്ങനെ ഒരാളാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടായേക്കാം. ഞാൻ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊന്നുമല്ല. നമ്മൾ ശരിക്കും കിട്ടുന്ന കാര്യങ്ങൾക്ക് ഇപ്പം നന്ദി പറയാനുള്ള ഒരു മൈൻഡ് നമുക്ക് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് പുതിയ നല്ലതിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യൂല. അപ്പൊ മാമിന്റെ ഹസ്ബൻഡിന്റെ കൂടെ ഒരു യാത്ര പോകണമെന്നാണെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ യാത്ര പോകാൻ എനിക്ക് പറ്റിയതിൽ ഞാൻ പടച്ചോനോട് നന്ദി പറയുന്നു എന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഐ എം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നോ ദാറ്റ് ഫോർ ബീങ് ഏബിൾ ടു ട്രാവൽ വിത്ത് മൈ ഹസ്ബൻഡ് അല്ലെങ്കിൽ വിത്ത് ഫാമിലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഏത് ലാംഗ്വേജിലാണോ നിങ്ങൾക്ക് കണക്ട് ആവുന്നത് ആ ലാംഗ്വേജിൽ നിങ്ങൾ ഡെയിലി പ്രോപ്പറായിട്ട് അഫർമേഷൻ എഴുതുക. അത് വിശ്വാസത്തോട് കൂടിയിട്ട് എഴുതണം കേട്ടോ. അത് ചിന്തിക്കുകയും വേണം. ആ ഒരു സാഹചര്യം നടക്കുന്നത് മനസ്സിൽ ഇങ്ങനെ കാണുക. നിങ്ങളും നിങ്ങളുടെ ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് യാത്രകൾ പോകുന്ന സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവില്ല. അത് ശരിക്കും ഫീലിങ്ങും ഇമോഷനും ആയിട്ട് കൊണ്ടുവന്നിട്ട് ദിവസവും ഇരുന്ന് ഒരു 10 പ്രാവശ്യമെങ്കിലും മിനിമം 10 പ്രാവശ്യം 11 പ്രാവശ്യമെങ്കിലും മിനിമം ഇരുന്ന് എഴുതുക. എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റിയതിൽ ഞാൻ സന്തോഷവാനാണ്. അത് ശരിക്കും വിഷ്വലൈസേഷനും അഫർമേഷനും അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡും കൂടി ഒരുമിച്ച് ചെയ്യുന്ന പ്രോസസ് ആട്ടത്. ശരിക്കും നമ്മൾ നല്ല വിഷ്വലൈസേഷൻ ചെയ്ത ആ ഒരു നിമിഷം നമ്മൾ അനുഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് എഴുതുക. അത് പറയുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉള്ളിൽ കൊണ്ടുവരിക. ഈ ഒരു പ്രോസസ്സ് ശരിക്കും അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. അതിന് നമ്മൾ ആദ്യമേ അതിനുള്ള നന്ദി പറയാ. പടച്ചോനോടായാലും യൂണിവേഴ്സിനോട് നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് അതിൽ വിശ്വസിച്ചുകൊണ്ട് ആദ്യമേ അഡ്വാൻസ്ഡ് ആയിട്ട് നന്ദി പറയുന്ന ഒരു പ്രോസസ്സ് മാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാമിന്റെ ലൈഫിലേക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു തുടങ്ങും. മാമിന്റെ ചിന്തയിൽ മാറ്റങ്ങൾ വരും. സ്ഥിരമായിട്ട് നമ്മൾ എന്താണോ നമ്മളോട് സംസാരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്, കാണുന്നത്, ആ കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യപ്പെടുക. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തെ നല്ല ഹാബിറ്റുകളും നല്ല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടും ചിന്തിച്ചു കൊണ്ടും ശീലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. മാമിന് കണക്ട് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സർ. ഒരുപാട് ക്ലാസ് കേൾക്കലുണ്ട്, GT ആയാലും ഹാജറ മാമിന്റെ ഉസ്ന മാമിന്റെ. പക്ഷെ എനിക്ക് ഇതിനുള്ളൊരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ അത് എവിടെയും പറഞ്ഞിട്ടുമില്ലായിരുന്നു. കാരണം പറയാൻ പറ്റിയൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സാറിന്റെ ക്ലാസ്സിലാണ് എനിക്ക് അതിനുള്ളൊരു ചാൻസ് കിട്ടിയത്. താങ്ക് യു വെരി മച്ച്. എന്താ പറയണ്ടെന്ന് അറിയില്ല. സാറ് മ്യൂട്ടാണോ? അങ്ങനെ മ്യൂട്ടായി. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു മാം. അത് കേട്ടാ പോലെ അത് ഉപയോഗപ്പെടുത്തണേ. അതായിരുന്നു ഞാൻ പറഞ്ഞത്. മ്യൂട്ടായി പോയാൽ
ഇൻഷാല്ല. ഫൗസിയ മാം എന്തോ പറയാൻ വന്നിരുന്നല്ലോ. ആ ഇല്ല, ഒന്ന് ആള് പറഞ്ഞ പോലെ കറക്റ്റ് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ് സാറിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. പലർക്കും അത് ഒരു എന്താ പറയാ, ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു ബ്രദർലി ഫീൽ വരും, നമുക്ക് അത് ഷെയർ ചെയ്യാൻ തോന്നും. മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ ചില സമയത്ത് നമുക്ക് ജഡ്ജ് ചെയ്യുമോ മറ്റുള്ളവർ കേട്ടാൽ, പക്ഷെ ഇവിടെ ഇപ്പൊ സാറാണെങ്കിലും ഇവിടെ വന്ന് ഇരിക്കണവരാണെങ്കിലും കേട്ടാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു മൈൻഡിലാണ് പലരും ഇവിടെ സംസാരിക്കാറുള്ളത്. ഞാനടക്കം ഫസ്റ്റ് ഇതിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത് അങ്ങനെ തന്നെ. കാരണം ഒരു ഇതിലും വന്ന് അങ്ങനെ ഫീഡ്ബാക്ക് പറയേ വീഡിയോ മോഡിൽ വരെ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഞാനായിരുന്നു. പക്ഷെ ഇതിൽ വന്ന് ഞാൻ സംസാരിക്കലുണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ. ഞാൻ പറയാൻ വന്നത് മെയിനായിട്ട് സാർ മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടില്ല, എന്തോ ഹാപ്പിനെസ് പ്രൊജക്ട് വിത്ത് നമുക്ക് ആരുമായിട്ടാണോ അതാൾക്ക് വർക്കൗട്ട് ആവുമെന്ന് തോന്നി. അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റും? അതെ അതെ അതെ, അത് ശരിക്കും ഞാൻ അന്ന് പറഞ്ഞിരുന്നത്, അത് ഒരു ക്ലാസ്സിൽ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞിരുന്നു മാം. ഉമേഷ് മാമിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ഒരു ഹാപ്പിനെസ് പ്രോജക്റ്റ് വിത്ത് ഹസ്ബൻഡിന്റെ പേര് എഴുതിയിട്ട് ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു ജേർണലിംഗ് എഴുതാൻ തുടങ്ങുന്നതിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാല്, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇത്രയും കാലത്തിനുള്ളിൽ നിങ്ങളിപ്പം കുറച്ച് യാത്രകൾ പോകാൻ പറ്റാത്തതിലും ഹസ്ബൻഡ് ഫിനാൻഷ്യലി ഫ്രീ അല്ലാത്തതിന്റെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പോലും ഇപ്പൊ യാത്രകൾ പോകാത്തത് രണ്ടും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങളിൽ നിങ്ങൾക്ക് നല്ലതും ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവും. ചില സന്തോഷങ്ങളോ തമാശകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റുകളോ കാര്യങ്ങളൊക്കെ. ആ ചെറിയതിനെ പോലും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതി വെക്കുന്ന പ്രോസസ്സാണ് ശരിക്കും ഈ ഹാപ്പിനെസ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് മുന്നേ നടന്ന കാര്യങ്ങളും ഇപ്പോ ഓരോ ദിവസവും നടന്നുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളും ഓർത്തെടുത്ത് എഴുതി വെക്കാനുള്ള ഒരു ശീലം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. കാരണം എന്താ, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അപ്രിസിയേഷൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ഇത് ചെയ്തതിൽ താങ്ക് യു കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നന്ദി കാണിക്കുന്ന ഒരു സ്വഭാവം ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ലൈഫിൽ അതൊരു ഭാഗമായിട്ട് മാറും. അത് നമ്മൾ എഴുതി വെക്കുകയും ചെയ്യാം. ഇത് ശരിക്കും ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ബർത്ത്ഡേ ഒക്കെ ഗിഫ്റ്റ് ആയിട്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു നോട്ട്സ് ഇൻക്ലൂഡ് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നെങ്കിൽ നന്ദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ടും കൂടെ ശരിക്കും ഒരു ബർത്ത്ഡേന്റെ അല്ലെങ്കിൽ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ ആ ഗിഫ്റ്റിനായിരിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് ഇടുമ്പോൾ ഭയങ്കര ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, ഐഫോൺ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല പല ഗിഫ്റ്റുകൾ കാര്യങ്ങൾ യാത്രകൾ പോകുന്നത്. അതിനെക്കാട്ടും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ട് അൺകണ്ടീഷണൽ ആയിട്ട് അങ്ങനെ ഉള്ളത് കിട്ടുന്നതിന് സന്തോഷിച്ചുകൊണ്ട് അങ്ങോട്ട് നല്ല രീതിയിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലും കൂടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ മനുഷ്യന് നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വരും. അവര് തന്നെ സ്വന്തമായിട്ട് വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അങ്ങനെ ഫാദറുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിരിയുന്നതിന് പകരം നല്ല രീതിയിൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനൊക്കെ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ മൈൻഡ് മാറി വരും. ഇപ്പൊ അവരൊരു കൺസ്ട്രെയിൻഡ് മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പം ഫാദറിനോട് ഇപ്പൊ എങ്ങനെ അങ്ങോട്ട് മാറ്റി പറയാൻ പറ്റുക, ഫാദർ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, അവരെ ചെലവിലല്ലേ നിൽക്കുന്നത്, അങ്ങനെ എന്നുള്ള രീതിയിലൊരു തോട്ടൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള തോട്ടൊക്കെ ശരിക്കും നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ, അതേപോലെ ഇങ്ങനെ ഡെയിലി അഫർമേഷനും ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു നല്ല ഇമ്പ്രൂവ്മെന്റ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇത് ചെയ്തിട്ട് മാറ്റങ്ങൾ ഉള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ടാട്ടോ. ഇപ്പൊ ഫൗസിയ മാം ഒക്കെ ഇവിടെ പറഞ്ഞത് ഫൗസിയ മാമിന്റെ ലൈഫിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതുകൊണ്ടാണ് ഇത് ചെയ്തിട്ട് കേട്ടോ. അതാണ് മാമിന് പെട്ടെന്ന് അത് കണക്ട് ആയത് പറയാൻ. താങ്ക് യു സർ. ഒരു പെയ്ഡ് ക്ലാസ്സിൽ കൂടെ കിട്ടാത്തൊരു സംഭവമാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അതെ സാറ്, ടൈം എടുക്കണ്ടോ? ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനായിരുന്നു. വേറൊന്നല്ല, ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, എനിക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ആള് പറഞ്ഞ കാര്യം. കാരണം സാറിന് അറിയാലോ ഞാൻ കടന്നുപോയ സിറ്റുവേഷൻസ് ഒക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഒന്നാമത്തെ കാര്യം, നമ്മളെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഫാമിലിയിലുള്ള ആളല്ലേ. അവിടെ നിന്ന് വേറൊരു സിറ്റുവേഷനിൽ വളർന്നു വന്ന ആളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കണ പോലെ അവര് ചെയ്യണമെന്ന് നമുക്ക് അങ്ങനെ എന്താ പറയാ പ്രതീക്ഷിക്കാനേ ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എപ്പോഴും അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ടൈം ആകുമ്പോൾ പതിയെ എല്ലാ കാര്യങ്ങളും അതിന്റെ വഴിക്ക് നടക്കും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ പേഴ്സണലും അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും പറയാണ്, ഈ പറഞ്ഞ സെയിം ഫിനാൻഷ്യൽ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ
ഇപ്പൊ അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് ഒരിക്കലും ഒരു വഴക്കിട്ട് അങ്ങനൊന്നല്ല പോണത്. നല്ല രീതിയിലാണ് പോകുന്നത്. നമ്മൾ ക്ഷമിക്കണം. സബറ് ചെയ്യുന്ന ആളുകൾക്കാണല്ലോ പടച്ചോൻ അതിന്റെ കൂലി കിട്ടും. അത് ഏറ്റവും എന്താ ഫ്രൂട്ട്ഫുൾ ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളതായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇയാൾ ചെയ്യേണ്ടത് ഇപ്പൊ ഹസ്ബൻഡിനെ കൂട്ട അപ്പൊ ആ സമയത്ത് പറ്റുന്നില്ലെങ്കിൽ ആളെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക, ഒന്നും പറയണ്ട. അത് അതിന്റെ വഴിക്ക് വിടുക, ബാക്കി പടച്ചവനക്ക് കൊടുക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. പിന്നെ തനിക്ക് പറ്റുകയാണെങ്കിൽ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ജോബോ എന്തെങ്കിലും ചെയ്തിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാന്നൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആളെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ അവരുടെ നിന്ന് കിട്ടുന്ന ഒരു നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കണം അതാണല്ലോ നമുക്ക് തിരിച്ചു കിട്ടുക. നമ്മൾ അവിടെ റെസ്പെക്ട് കൊടുക്കുമ്പോഴും നമുക്ക് റെസ്പെക്ട് ഇങ്ങോട്ട് കിട്ടും. നമ്മൾ ലവ് ആണ് കൊടുക്കുന്നത് ഇങ്ങോട്ട് തിരിച്ചു വരും. അല്ലാതെ നമ്മൾ അങ്ങോട്ട് എത്രത്തോളം കൊടുക്കണോ അതിന്റെ ഒരു ചെറിയൊരു ശതമാനം തിരിച്ചു കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ മതി, ഇപ്പൊ തൽക്കാലം അത് മതി. പിന്നെ പിന്നെ അത് മുന്നോട്ട് പോകുന്തോറും അത് ഇയാൾ പോലും വിചാരിക്കാത്ത ഒരു അടിപൊളി ലൈഫായിട്ട് മാറും ഇൻഷാ അല്ലാ. താങ്ക് യു ഹോസിയ മാം, താങ്ക് യു സോ മച്ച് മാം. ഇതേണ്ടതാ ഹോസിയ മാം സത്യം പറഞ്ഞാല് താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. നമ്മള് കൗൺസിലിംഗ് പറഞ്ഞ പോലെ ഒരു ഉള്ളിലൊരു കൗൺസിലർ ഉണ്ട് ട്ടോ മാം. പിന്നെ അഫ്സൽ സർ, എനിക്ക് തോന്നുന്നത് അവർ ഈ റിലേഷന്റെ കാര്യം പറഞ്ഞപ്പോ അത് അവർക്ക് വേണമെങ്കിൽ അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം ഒന്ന് ആഡ് ചെയ്യാലോ ലൈഫില്. അതെ അതെ ഞാൻ റുമൈസ മാം പറഞ്ഞു. റുമൈസ മാം ഇവിടെ മെൻഷൻ ആക്കിയ നമ്പർ ഇല്ലേ, അതിലൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ പറഞ്ഞുതരും. മറ്റേതിപ്പോ ഇനി അവർക്ക് ഇങ്ങനെ മാത്രം പറഞ്ഞു കൊടുക്കുമ്പോ മറ്റവർക്ക് ഒന്ന് ലാഗ് ആവൂലേ, ടൈം ഓക്കെ എടുക്കൂലേ. കേട്ടാ, നിങ്ങൾ ആ വാട്സപ്പ് ഒന്ന് കണക്ട് ചെയ്താൽ അത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വേണമെന്നോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്ത് പോവാന്നുള്ള സെറ്റപ്പ് അല്ല കേട്ടോ. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ ഷെയർ ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസ് പറയുക, അതിൽ നിന്ന് പഠിക്കുക, അങ്ങനൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞാനാലും നിങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരും അങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ കണക്ട് ആവും. അതുകൊണ്ടാട്ടോ ഇങ്ങനെ പോണത്. ഞാനിങ്ങനെ ക്ലാസ് മാത്രം എടുത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഓരോ ആഴ്ചയും ഓരോരുത്തർക്കും ഉള്ളതാ കിട്ടിക്കൊണ്ടിരിക്കണത്. ഫസ്റ്റത്തെ വീക്ക് എനിക്ക് വേണമെങ്കിൽ എന്റെ കാര്യം പറയാം. പിന്നെ ഓരോ വീക്കിലും ഓരോരുത്തരായി. ഇപ്പൊ ഷമീമ മാമ ആണെങ്കിലും അന്ന് പെട്ടെന്ന് വന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്ത ക്ലാസ്, പിന്നെ ആൾ ഓഫ്ലൈൻ വന്ന് ആളെ ലൈഫേ മാറി. ഇപ്പൊ ഇന്ന് കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയത് റുമൈസ മാമിന്റെ അടുത്ത്. അങ്ങനെ ഓരോ ആഴ്ച ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ളത് പഠിച്ചവൻ കൊടുക്കണം പോലെ തോന്നുന്നു. അതിന് സാറിന് ആ തോട്ട് തോന്നിയതിനാണ് ഏറ്റവും ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇന്ന് സത്യം പറഞ്ഞാല് 7 മണി വരെ എന്റെ മൈൻഡിൽ ഒരു ടോപ്പിക്കും ഇല്ല. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ മുന്നേ ഞാൻ എഴുതി വെച്ച നോട്ട്സ് ഒക്കെ വെറുതെ ഇങ്ങനെ കുറെ നോട്ട്സ് ഉണ്ട് എന്റെ എഴുതി വെച്ച, ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളുണ്ട്. എഴുതി വെച്ച ദാറ്റ് മീൻസ് എന്റെ ഫോണിന്റെ ഡയറിയിൽ കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഒറ്റ സ്ക്രോൾ ചെയ്തിട്ട് ഒന്നിലത് ടച്ച് ചെയ്തു. അപ്പൊ അതിങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയപ്പോ അതിലിങ്ങനെ നമ്മളുടെ യുണീക്നെസ്സിലേക്ക്, നമ്മൾ ഓരോരുത്തരുടെയും സ്പെഷ്യൽ ടാലന്റിലേക്ക് എത്തിപ്പെടാനും അത് മനസ്സിലാക്കാനും വേണ്ട ഫാക്ടേഴ്സിൽ ഒരു ഫാക്ടറാണ് കമ്പാരിസൺ തോട്ട് ഒഴിവാക്കുക എന്നുള്ളത്. കമ്പാരിസൺ തോട്ട് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മൾക്ക് നമ്മളായിട്ട് മാറാൻ പറ്റൂ. നമ്മൾ ഒരിക്കലും അവനെ പോലെ ആവണം, ഇവനെ പോലെ അവളെപ്പോലെ ആവണം എന്ന് ചിന്തിക്കുന്നതിന് പകരം എല്ലാവരെയും ആരും യുണീക്ക് ആവാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. സെൽഫിലേക്കാട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഓരോരുത്തരും അവരായിട്ട് മാറിയാൽ തന്നെ അതന്നെ ഒരു യുണീക്കായി മാറും ഓട്ടോമാറ്റിക്കലി. മറ്റുള്ള ആളുകളെ കാണിക്കാനും ഇംപ്രസ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം നമ്മളിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യും. അതേപോലെ മനുഷ്യന്മാരെ ഇംപ്രസ് ചെയ്യുന്നത് നിർത്തിയിട്ട് പടച്ചവൻ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ യുണീക്കായിട്ട് മാറും. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ നമ്മളൊന്നും ചെയ്യൂല. നമ്മളെ മൈൻഡിലേക്ക് പ്രോപ്പറായിട്ട് വരുന്ന ഇൻറ്റ്യൂഷൻസ് പ്രകാരമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ യുണീക്ക് ആവാനുള്ള, അല്ലെങ്കിൽ യുണീക്നെസ്സിലേക്ക് ഓരോരുത്തർക്ക് എത്തിപ്പെടാനുള്ള, സെൽഫിന്റെ ബെസ്റ്റ് സെൽഫായിട്ട് മാറാനുള്ള മെത്തേഡ്സിൽ ഒന്ന് ഒഴിവാക്കി എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു കമ്പാരിസൺ തോട്ട്സ്. അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്ത് അതിലേക്കാട്ട് കുറച്ചൊന്ന് ആലോചിച്ചിരുന്ന് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് അങ്ങനെ സംസാരിച്ചാണ്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ റുമൈസ മാമിന് വേണ്ടിയിട്ടായിരിക്കാം ആ തോട്ട് എന്റെ മൈൻഡിൽ വന്നത്, അറിയില്ല. ഏതായാലും താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അടുത്തത് കരീം സാർ, എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാണ്ടോ? കരീം സാർ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് ഇടക്കിടക്ക്, പക്ഷെ ഒന്നും സംസാരിച്ചിട്ടില്ല. കരീം സാർ ഇവിടെ ഉണ്ടോ?
പോയി തോന്നുന്നു അല്ലേ? വേറെ ആരെങ്കിലും എന്തെങ്കിലും? ഫർവീൻ മാം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഫർവീൻ മാം നമ്മൾ പൊതുവെ ഇവിടെ വരുന്ന എല്ലാവരും ഖദീജ മാം ഉണ്ടല്ലോ, അത് നമ്മളെ ഫസ്റ്റിലെ ഖദീജ മാം ആണോ? ഖദീജ മാം, ഖദീജ ബഷീർ, നമ്മളെ ലാസ്റ്റ് ഫസ്റ്റില് ഹലോ സർ. നമ്മളെ ഫസ്റ്റിൽ വന്നിരുന്ന ഖദീജ മാം അല്ലത്? അതെ. ആ ഓക്കെ മാം, സെഷൻ ഒക്കെ ഇട്ടിരുന്നു. എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയിക്കാനുണ്ടോ? സെഷന്റെ ഇടയിൽ കുറച്ചൊന്നും മിസ്സായി പോയിട്ടുണ്ട്. പുള്ളിക്ക് കേൾക്കാൻ പറ്റിയില്ല. ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്തിരുന്നത് തോന്നുന്നു അല്ലേ? ലേറ്റ് ആയിട്ട് അതിന്റെ ഇടയിൽ മോന് കുറച്ച് പ്രശ്നം ഉണ്ടാക്കി പുള്ളി കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, മാമിന് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ കേട്ടോടത്തോളം എന്തെങ്കിലും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ പറയാട്ടോ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ സാറില് ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോന്ന് എന്താ വരാത്ത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇടയ്ക്ക് മെസ്സേജ് വരുമ്പോ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് ആലോചിക്കും. എന്താ പിന്നെ അതിന്റെ ബാക്കിയൊന്നും ഇല്ലാലോ വീഡിയോസും കാര്യങ്ങളും. ഇപ്പൊ ഇന്നലത്തെ അനിൽ സാറിന് വീഡിയോ ഒക്കെ കണ്ടാലും പിന്നെയും കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. അറിയോ, അത് നമ്മളെ പ്രോഗ്രാമിന്റെ ഷൂട്ട് ചെയ്തിരുന്ന ആളുണ്ടല്ലോ, അവർക്കൊരു ബേബി മോളുണ്ടായിട്ടുണ്ട്. അവരുടെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞത് നമ്മളെ പ്രോഗ്രാമിന് 2 ദിവസം മുന്നാണ്. പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ മക്കൾക്ക് മഞ്ഞ ഉണ്ടാവാറുണ്ടല്ലോ, മഞ്ഞപ്പിത്തത്തിന്റെ അത് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി ആള്. അപ്പൊ അങ്ങനെ ഈ ഹാർഡ് ഡിസ്ക് കിട്ടാതെ അങ്ങനെ എല്ലാം കൂടി ഡിലേ ആയി പോയത്, വീഡിയോ കാര്യങ്ങളൊക്കെ ഡിലേ ആയി പോയത്. സോറി കേട്ടോ. ഇല്ല കുഴപ്പമില്ല. ഞാനിങ്ങനെ 2 ദിവസമായിട്ട് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ കാണുന്നില്ലാലോ എന്നുള്ള. ഗ്രൂപ്പ് എടുത്ത് വെറുതെ വീഡിയോസ് ഒക്കെ പിന്നെ ഇങ്ങനെ കണ്ടു നോക്കി. ഇപ്പോഴാണ് അടുത്തതിന് വേണ്ടി വെയിറ്റിംഗ്. ഓക്കെ, താങ്ക് യു. ഇൻഷാല്ലാ. പിന്നെ വേറെ ആരെങ്കിലും? ഷറഫുദ്ദീൻ, കരീം, ഷാഹിദ മാം. സർ, ഞാൻ ഇറങ്ങാണ്, എനിക്ക് ചെറിയ ബിസി ഉണ്ട്. അരമണിക്കൂറിന്റെ ക്ലാസ് ജോയിൻ ചെയ്യാൻ പോണം. അപ്പൊ എല്ലാവരോടും ഇറങ്ങാട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. മിസ്സിനെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഹലോ, ഞാനൊന്ന് കേട്ടിട്ടുണ്ടായിരുന്നു സാർ പറഞ്ഞ പോലെ ഏറ്റവും ആവശ്യമുള്ള ടോപ്പിക്കാണ്. ആസ് എ സ്റ്റുഡന്റ് പലപ്പോഴും നമ്മളെ മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണിത്. ഇവിടെ പറഞ്ഞ ഷെമിമാമൻ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇങ്ങനെ. ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തോ പറയൂലേ, ലാസ്റ്റ് എല്ലാം കൂടെ തലയിലേറ്റുന്ന ആളാണ്. അപ്പൊ ചിലപ്പോ നമുക്ക് പഠിത്തത്തിൽ ഒന്ന് ഡിലേ വരും, അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ് എക്സാം സെം എക്സാം ഒക്കെ ആകുമ്പോഴത്തേനും ഓക്കെ ആക്കും. അപ്പൊ ഇങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ ഞാൻ എന്തപ്പോ കാട്ടിയത്. പിന്നെ ആലോചിക്കും മറ്റു ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോൾ കാര്യങ്ങൾ ചെയ്യണ്ടല്ലോ. അത് മാക്സിമം ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് റിലേഷൻഷിപ്പിലൊക്കെ ഇഷ്യൂ വരാനുള്ള റീസൺ അതാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എങ്കിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ റീൽസ് കണ്ടിട്ടായാലും അവരങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവരവരുടെ ലൈഫിലേക്ക് നോക്കുക. ചിലപ്പോ നമ്മളെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാവൂല. റീലല്ല റീൽ എന്ന് എപ്പോഴും പറയാറില്ലേ, പല ഇഷ്യൂസ് കേൾക്കുമ്പോ അതൊന്നും ഉൾക്കൊള്ളാം ആദ്യം. നമ്മളെല്ലാവരും പുറത്തേക്ക് നമ്മളിപ്പോ സ്റ്റാറ്റസ് വെക്കുന്ന കാര്യം, നമുക്ക് ഏറ്റവും സങ്കടം വന്ന കാര്യം ആരും സ്റ്റാറ്റസ് വെക്കൂല. വെറുതെ കോട്സ് വെക്കുകയാണെങ്കിൽ പോലും നമ്മളെ ഹാപ്പിനെസ്സും പോസിറ്റീവും മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. എല്ലാവർക്കും നെഗറ്റീവ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ലൈഫിലെ ഒരു ബെസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് തോന്നുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ അത് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ എല്ലാത്തിലും വന്ന് പറയാറുണ്ട്, ആ ഒരു കാര്യം കൊണ്ട് മാത്രം ഇവിടെ എത്തിയ ആളാണ് ഞാൻ. അഫ്സൽ സാറിനെ കണക്ട് ആവുന്നത് ഭയങ്കര പവർഫുൾ ടൂളാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞു വെച്ച പോലെ അത് അത്രയും നമുക്കൊരാളടുത്ത് അതിന്റെ ഇമ്പാക്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാനൊക്കെ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മളിങ്ങനെ റിയലൈസ് ചെയ്യും. എന്റെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോന്ന്. അഫ്സൽ സാറ് പറഞ്ഞ പോലെ പിന്നെ കുറെ കഴിഞ്ഞ് നമ്മൾ ആദ്യം ഇതൊക്കെ മറിച്ച് നോക്കുമ്പോൾ ഇവിടുന്ന് ഞാൻ ഇവിടെ എത്തി എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാവും. ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി പോകുമ്പോഴൊക്കെ നമുക്കൊന്ന് തിരിച്ചു വരാനും ഒരു പോസിറ്റീവിനൊക്കെ. പിന്നെ എല്ലാവർക്കും ഇപ്പൊ ഈ പറയുന്ന എനിക്കായാലും അഫ്സൽ സാറിനായാലും എല്ലാവരും മനുഷ്യരാണ്. നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും. എന്നും അപ്പ് മാത്രവും പോസിറ്റീവ് മാത്രമാവില്ല. പക്ഷെ എല്ലായിടത്തും നമ്മൾ തിരിച്ചു വരണം. എവിടെയും ഒരു തോട്ടിന്റെ പുറത്ത് അവിടെ സ്റ്റെക്ക് ആവരുത് എന്നില്ലാണ് പറയാ. പലപ്പോഴും ഈ കമ്പയറിംഗ് കൊണ്ടൊക്കെയാണ് സ്റ്റെക്ക് ആവുക. എനിക്ക് മാത്രം പറ്റിയില്ലല്ലോ. ഇപ്പൊ എക്സാമിനായാലും പല ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, ഞാൻ അവളെക്കായും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവരെക്കായും പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയൂലേ, ഞാൻ പല മേഖലയ്ക്ക് കൈ കിടക്കുന്നുണ്ടോ എന്ന് സംശയം. എന്തായാലും കൺക്ലൂഡ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക.
ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മടിയുണ്ടാവും, എന്താണ് ഇപ്പൊ ഇത് എഴുതിയിട്ടൊക്കെ എന്ത് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ലൈഫിൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യുക, എന്തെങ്കിലും ഇതാക്കുക. റുമൈസമ്മ പിന്നെ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഓക്കെ. മറ്റുള്ളവർക്ക് ഓക്കെ. അതുപോലെ അത് ഫൗസ്മാൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഓരോ വീക്കിലും ഇപ്പൊ ഓരോ ആളുകൾ ഇങ്ങനെ എത്തുന്നുണ്ട്. നമ്മളെ ഫെസ്റ്റിൽ ഷമീമ മാമിനായിരുന്നു അത്. കഴിഞ്ഞ വീക്കിൽ ഫായിസ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ഇപ്രാവശ്യം റുമൈസ മാം ആണത്. ഓരോ മനുഷ്യരിൽ ഇമ്പാക്ട് ആവാൻ എത്തിച്ചേരുന്നത്. ഇൻഷാല്ല അത്രയൊക്കെ തന്നെ. വേറെ ആരെങ്കിലും ഇനി പേടി കാരണോ മടി കാരണോ ഒക്കെ ഫീഡ്ബാക്കോ മറ്റു കാര്യങ്ങളോ പറയാനുള്ള ഒരു എന്തായാലും അത്രയും കൈൻഡായി നിങ്ങളോട് പറയാണ്, ആ പേടി ഒഴിവാക്കി പറയാ. നിങ്ങൾ അവിടെ ആരും ജഡ്ജ് ചെയ്യൂല, പൊട്ടത്തരായാലും ശരി എന്തായാലും ശരി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചോദിക്കട്ടെ? ചോദിച്ചോളൂ. വേറെ സാറ് പറഞ്ഞല്ലോ ഈ അഫർമേഷൻ, ഈ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിച്ചല്ലോ. ഹലോ, പറഞ്ഞോളൂ. ഈ അഫർമേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറയുമ്പോൾ അത് മനസ്സ് അംഗീകരിക്കണില്ലല്ലോ. അത് തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ ചോദിക്കണേ. നമ്മൾ ഉള്ളിൽ വേറെ ഒരു വ്യക്തിയുള്ള മാതിരി എത്ര പറഞ്ഞിട്ട് മനസ്സിനെ അംഗീകരിക്കണില്ല. അത് വർക്കൗട്ട് ആണില്ല. അതെന്താ? നമ്മളുള്ള കാര്യം പറയുമ്പോഴും മനസ്സിന് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. മനസ്സ് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കൊണ്ടിരിക്കുക. ഓക്കെ കരീം സാർ, അത് ചിലപ്പോ നമ്മുടെ ഉള്ളില് നെഗറ്റീവായിട്ട് അത്രയും നമ്മൾ കൊടുത്തോണ്ടുണ്ടായിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറൂലല്ലോ. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ പതിയെ പതിയെ നമ്മൾ അതിലോട്ട് അഡ്ജസ്റ്റ് ആയി വരലാണ്. അപ്പൊ നമ്മളൊരു പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാല് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ആ വീടുമായി പൊരുത്തപ്പെടാനുള്ള സമയം എടുക്കൂലേ. ആ സമയം ചിലർക്ക് കൂടുതൽ എടുക്കും, ചിലർക്ക് കുറവ് എടുക്കൂലേ. ആ ഒരു കാര്യം അതിൽ വരും. ഞാൻ അബ്ദുൽ സാർ എന്തോ ഒരു കോളിലായിരുന്നു, അതാണ് ഞാൻ റിപ്ലൈ തന്നെ. സാറിന് ഞാൻ കറക്റ്റ് റിപ്ലൈ. അല്ല, ആൻസർ അല്ല, എനിക്ക് എന്റെ ഒരു കസിന് താഴെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആളോട് പറഞ്ഞ പോവല്ലേന്ന്, പോകുന്ന സൗണ്ട് കേട്ടപ്പോ ഞാൻ ക്ലാസ്സിലായതുകൊണ്ട് അവിടേക്ക് പോകാൻ പറ്റാതില്ല. ഇതിപ്പോ കരീം സാർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആളുകൾക്ക് ശരിക്ക് ആ തോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് വർഷങ്ങളോളം നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള തോട്ടായിരിക്കും. നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ സ്ഥിരമായിട്ട്, നമ്മൾ എന്താണ് നമ്മളെ പറ്റി ചിന്തിക്കുന്നത്, അതേ സംഭവം റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും നമ്മളുടെ മൈൻഡില്. അപ്പോ സ്ഥിരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് നെഗറ്റീവ് തോട്ട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം പോയിട്ട് അഫർമേഷൻ പറയുമ്പോഴേക്ക് എല്ലാം മാറിയിട്ട് ഒരു പുതിയൊരാളായിട്ട് മാറല്ല ചെയ്യാം. ഇത് ഒരു 21 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൂള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് നമ്മളുടെ ഹാബിറ്റ് ആയിട്ട് മാറുള്ളൂ. അത് ആഴത്തിൽ ഇറങ്ങി പോയിട്ടുള്ള എന്തെങ്കിലും ചിന്തകളോ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സോ ആണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വീണ്ടും 21 ദിവസവും മതിയാവില്ല. ചില ആളുകൾക്ക് 2 മാസമൊക്കെ അഫർമേഷൻ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോഴേ അതിന്റെ ശരിയായിട്ടുള്ള മാറ്റങ്ങൾ വരാറുള്ളൂ. കാരണം ഒരുപാട് വർഷങ്ങളോളം ഉണ്ടായിരുന്ന തോട്ട്സ് ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മളിങ്ങനെ ചെയ്യുമല്ലോ. നാളെ വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ അത് ഏറിപ്പോയി 5 ദിവസം, പിന്നീട് നമുക്ക് അത് ഒരു മടി. ഇതൊക്കെ ഇതുകൊണ്ടായിരിക്കോ? നെഗറ്റീവ് ഉള്ളതുകൊണ്ടായിരിക്കോ ഈ സ്റ്റോപ്പ് ആണ്ട്? സോറി കേട്ടോ, ഞാൻ എന്റെ കസിൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നമ്പർ മിസ്, ഞങ്ങളൊന്ന് നമ്പർ കൊടുക്കിയേ, ആളുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യാം. ആളിവിടെ വെയിറ്റിംഗ് ആണ്, കസിൻ ഇവിടെ വെയിറ്റിംഗ്, അതുകൊണ്ടാണ്. ഹലോ, ഓക്കെ താങ്ക് യു കേട്ടോ. സോറി കേട്ടോ, അത് ഇപ്പം കസിന് വന്നിട്ട് കുറെ നേരം മുത്താപ്പന്റെ മോൻ ഇവിടെ ഉണ്ട് പറഞ്ഞു. അപ്പൊ അത് അവസരം കിട്ടി ചോദിച്ചെന്നുള്ളൂ. ഓക്കെ കുഴപ്പമില്ല, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾ ലാസ്റ്റ് ചോദിച്ചു ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ അത് അപ്പോഴത്തേനും പിന്നെയും വിളിച്ചു, അതുകൊണ്ടാണ്. മിസ്, ഞങ്ങളൊന്ന് കണക്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യട്ടെ. ഓക്കെ. എനിക്ക് പെട്ടെന്ന് ഒരു കോള് വന്നതാണ്, ഞാൻ പോയത്. ശരി താങ്ക് യു. നാളെ ഒരു മീറ്റപ്പ് ഉണ്ട്, അപ്പൊ അതിന്റെ പ്ലാനിങ്ങിലായിരുന്നു. ആയിക്കോട്ടെ, ശരി താങ്ക് യു കേട്ടോ. സോറി. ഓക്കെ.